നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യയുടെ ഹൃദയം എന്ന പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാനമായ മധ്യപ്രദേശ്, ആ മധ്യപ്രദേശിൻ്റെ തലസ്ഥാനമായ ഭോപ്പാൽ ഒരു വലിയ നഗരം തന്നെയാണ്. നിമിഷങ്ങൾ കൊണ്ട് ആ വലിയ നഗരം ഒരു ശവപ്പറമ്പായി മാറുകയായിരുന്നു. ജീവനും മരണത്തിനും ഇടയിൽ കടന്ന് പെടഞ്ഞു മരിച്ചവർ നിരവധിയാണ്. അതിദാരുണമാണ് ഭോപ്പാലിൻ്റെ കഥ, ഭോപ്പാൽ ട്രാജഡിയുടെ കഥ. ഇന്ന് ലോകം മുഴുവനും ആ ട്രാജഡിയുടെ, ആ വലിയ വിപത്തിൻ്റെ കഥ, ആ കാളരാത്രിയുടെ കഥ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൽവേ മെൻ എന്ന സീരീസ്, ആ സീരീസ് ശരിക്കും ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണ്, യാഥാർത്ഥ്യമല്ല. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ള ചില സംഭവങ്ങളിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു സീരീസാണ്. നമ്മുടെ ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ഒരുപക്ഷെ അതിന് കുറച്ചുകൂടെ നാടകീയത കൊണ്ടുവരാൻ വേണ്ടി, അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി ആയിരിക്കാം ആ കഥയെ ഒരു ഡോക്യുമെൻ്ററി ആയിട്ട് ചെയ്യാതെ ഒരു ഫിക്ഷണൽ സീരീസ് ആയിട്ട് അവർ ചെയ്തത്. പക്ഷേ യഥാർത്ഥ ചരിത്രത്തിലേക്ക് നമ്മൾ എത്തി നോക്കുകയാണെങ്കിൽ അത് അതിനേക്കാൾ കൂടുതൽ ഡ്രമാറ്റിക് ആണെന്ന് മനസ്സിലാക്കാം. ഹൃദയമുള്ള ഒരു മനുഷ്യനും നെഞ്ചിടിപ്പോടുകൂടി അല്ലാതെ ആ കഥ കേൾക്കാൻ സാധിക്കുകയില്ല. അയാളുടെ കണ്ണുകൾ നിറയുക എന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയ മാത്രമാണ്. കാരണം അയാൾ ഒരു മനുഷ്യനാണ്. ഈ ഒരു വീഡിയോയുടെ പ്രിപ്പറേഷന് വേണ്ടി ഞാനൊരു നോട്ട് തന്നെ തയ്യാറാക്കി. ആ നോട്ട് എഴുതുന്ന സമയത്ത് പലപ്പോഴായി എൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഈ വീഡിയോ ഒരുപക്ഷെ ഷൂട്ട് ചെയ്യുന്ന സമയത്തും എൻ്റെ കണ്ണുകൾ നിറഞ്ഞു കവിയാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ആ കാളരാത്രിയെക്കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം. അന്ന് എന്താണ് ശരിക്കും സംഭവിച്ചത്? അതേസമയം തന്നെ മനുഷ്യൻ വെറുമൊരു മൃഗമാണെന്നും അതിനുമപ്പുറം ചില മനുഷ്യരൊക്കെ മാലാഖമാരാണെന്നും മനസ്സിലാക്കാൻ സാധിച്ച ഒരു കഥ തന്നെയാണത്. ആ കഥ പറയുന്നതിന് മുൻപ് നമുക്ക് ഒരു ചെറിയ ചരിത്രം കൂടി പറയേണ്ടതായിട്ടുണ്ട്. ആ രാത്രിക്ക് വർഷങ്ങൾക്ക് മുൻപ് നടന്നിട്ടുള്ള ചില ചരിത്രങ്ങൾ. എങ്ങനെയാണ് ഭോപ്പാലിൻ്റെ ഉത്തരഭാഗത്തായിട്ട് യൂണിയൻ കാർബൈഡ് എന്ന ഒരു കമ്പനി ഉണ്ടാകുന്നത്? അതിൻ്റെ പിന്നിലുള്ള കാരണം കൊടിയ പട്ടിണിയാണ്. 1960കളുടെ തുടക്കം. ആ ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ദാരിദ്ര്യം തന്നെയാണ് നമ്മുടെ രാജ്യത്ത് അനുഭവിക്കേണ്ടി വന്നത്. അതിനു മുൻപുള്ള കാലഘട്ടം കുറേ കൂടെ മെച്ചമായിരുന്നു എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ദാരിദ്ര്യം അതിൻ്റെ ഏറ്റവും വലിയ ഉന്നതിയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. പട്ടിണി കാരണം ആളുകൾ മരണമടയുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് അന്നത്തെ പട്ടിണിയെക്കുറിച്ച് നമുക്ക് പറയാൻ പോലും സാധിക്കുന്നതല്ല. കാരണം ഇന്ന് നമുക്ക് ഭക്ഷണം ലഭ്യമാണ്. ഭക്ഷണം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആവശ്യമല്ല എന്ന് പോലുമാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. കാരണം ഭക്ഷണം അത് എല്ലായ്പ്പോഴും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്നാൽ ആ ഒരു കാലഘട്ടത്തിൽ അപ്രകാരമായിരുന്നില്ല ഉണ്ടായിരുന്നത്. വലിയ രീതിയിലുള്ള ദാരിദ്ര്യം കാരണം അന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രിയായ നെഹ്റു MS സ്വാമിനാഥനെ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വിളിച്ചു വരുത്തുകയുണ്ടായി. ഇതിന് വലിയ രീതിയിലുള്ള ഒരു മാറ്റം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്, ഒരു വിപ്ലവം നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. അതിന് നെഹ്റുവിനെ സഹായിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു MS സ്വാമിനാഥൻ അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് നോർമാൻ ബോർലോങ്ങിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ്. ഗ്രീൻ റവല്യൂഷൻ്റെ പിതാവ് എന്ന പേരിൽ അദ്ദേഹം വളരെയധികം പ്രശസ്തനാണ്. ലോകത്തിലെ ഗ്രീൻ റവല്യൂഷൻ്റെ പിതാവാണ് നോർമാൻ ബോർലോഗ്. ഇന്ത്യയുടെ ഗ്രീൻ റവല്യൂഷൻ്റെ പിതാവ് അത് MS സ്വാമിനാഥനാണ്. ഈ രണ്ട് വ്യക്തിത്വങ്ങൾ കൂടി ചേർന്ന് വലിയൊരു മാറ്റത്തിന്, വലിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. ഇന്ത്യക്കാരൻ്റെ വിശപ്പടക്കുക മാത്രമല്ല, അധികമായിട്ട് ഭക്ഷണം ഉത്പാദിപ്പിച്ച് അത് കയറ്റുമതി ചെയ്യാൻ പോലും സാധിക്കുന്ന ഒരു രാജ്യമാക്കി അവർ ഇന്ത്യയെ മാറ്റുകയായിരുന്നു. അതിന് ധാരാളമായിട്ട് പെസ്റ്റിസൈഡുകൾ അല്ലെങ്കിൽ കീടനാശിനികൾ ഉൽപ്പാദിപ്പിക്കേണ്ടതായിട്ടുണ്ട്, വളങ്ങൾ അല്ലെങ്കിൽ കെമിക്കലുകൾ ഉൽപ്പാദിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അന്നത്തെ ഇന്ത്യയുടെ സാഹചര്യം അനുസരിച്ച് ഇന്ത്യക്ക് അത് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. അതിന് വിദേശ ശക്തികളുടെ സഹായം തീർച്ചയായിട്ടും ഉണ്ടായേ തീരുകയുള്ളൂ. കെമിക്കലായിട്ടുള്ള വളങ്ങൾ അല്ലെങ്കിൽ പെസ്റ്റിസൈഡുകൾ എന്നൊക്കെ കേൾക്കുമ്പോൾ പലരുടെയും നെറ്റി ഒന്ന് ചുളിയുന്നതാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങളിൽ തന്നെ ചിലരുടെ നെറ്റി ചുളിഞ്ഞിട്ടുണ്ടാകും. ശരിക്കും അത് മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണോ? മനുഷ്യർക്ക് അപകടം സൃഷ്ടിക്കുന്നതാണോ? കൃത്യമായിട്ടുള്ള അളവിൽ ഈ കെമിക്കലുകളും ഈ പെസ്റ്റിസൈഡുകളും ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, നമുക്ക് വലിയ രീതിയിലുള്ള ഒരു ഉൽപ്പാദന ശേഷിയിലേക്ക് എത്തിച്ചേരാനും സാധിക്കുന്നതാണ്. അതിനെ അൺസയൻറ്റിഫിക്കലി ഉപയോഗിക്കുമ്പോഴാണ് അത് വലിയ വിപത്തുകൾക്ക് കാരണമായി മാറുന്നത്. എന്തായാലും ഇവിടെ ധാരാളമായിട്ട് കമ്പനികൾ വരാൻ തുടങ്ങി. കമ്പനികൾ വന്നു എന്ന് പറയുന്നതുകൊണ്ട് കാര്യമില്ല. ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ വിദേശ രാജ്യത്തുള്ള വലിയ കമ്പനികളെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു വരുത്തുകയായിരുന്നു. കാരണം ഇന്ത്യയിൽ അത്തരത്തിലുള്ള പെസ്റ്റിസൈഡുകളും വളവും ഒക്കെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന കമ്പനികൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല.
അക്കൂട്ടത്തിൽപ്പെട്ട ഒരു കമ്പനിയാണ് യൂണിയൻ കാർബൈഡ്. യൂണിയൻ കാർബൈഡ് എന്ന കമ്പനി പ്രശസ്തമായിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ് ആ കാലഘട്ടത്തിൽ തന്നെ. നിങ്ങൾ എവർ റെഡി എന്ന ഒരു ബാറ്ററിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ആ ബാറ്ററിയുടെ ഉൽപ്പാദകർ ഈ കമ്പനി തന്നെയാണ്. ആ കമ്പനി ഇവിടേക്ക് വിളിച്ചു വരുത്തി ഇവിടെ ധാരാളമായിട്ട് പ്ലാന്റുകൾ സ്ഥാപിക്കാനുള്ള അവസരങ്ങൾ ഇന്ത്യ കൊടുക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ട് അവർ 14 ഫാക്ടറികൾ സ്ഥാപിച്ചു. 14ാമത്തെ ഫാക്ടറി, ആ ഫാക്ടറിയാണ് ഭോപ്പാലിൽ സ്ഥിതി ചെയ്യുന്ന യൂണിയൻ കാർബൈഡ് ഫാക്ടറി. സെവിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കീടനാശിനിയാണ് അവർ ഉൽപ്പാദിപ്പിച്ചത്. അവർക്ക് ഒരു വർഷം 5000 ടൺ വരുന്ന കീടനാശിനി ഉൽപ്പാദിപ്പിക്കാനുള്ള ലൈസൻസാണ് ഇന്ത്യൻ ഗവൺമെൻറ് കൊടുത്തത്. അത് കൊടുത്തതിന് ശേഷം ഇന്ത്യയിൽ തന്നെ ഒരു ഒഫീഷ്യൽ അവരെ അറിയിക്കുകയും ഉണ്ടായി. നിങ്ങൾക്ക് 5 ടണ്ണിൻ്റെ ലൈസൻസ് കിട്ടിയെന്നത് യാഥാർത്ഥ്യമാണ്, പക്ഷേ അത്രയും തന്നെ ഉൽപ്പാദിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 2000 ടണ്ണ് മാത്രമാണ് ഒരു വർഷം ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്രമാത്രം വലിപ്പമുള്ള ഒരു മിനി പ്ലാന്റ് മാത്രം നിങ്ങൾ സ്ഥാപിച്ചാൽ മതി. പക്ഷേ ഇന്ത്യയുടെ ഗ്രൗണ്ട് റിയാലിറ്റി വ്യക്തമായിട്ട് അറിയാമായിരുന്ന ഈ ഒഫീഷ്യലിൻ്റെ വാക്കുകൾ കേൾക്കാൻ യൂണിയൻ കാർബൈഡ് കമ്പനി കൂട്ടാക്കിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു വിളവ് നിലം തന്നെയാണ്. അവിടെ ധാരാളമായിട്ട് പണം സമ്പാദിക്കാനുള്ള അവസരമാണ് അവർ കണ്ടത്. 2000 ടൺ മാത്രമായിരിക്കാം ഇന്ത്യക്ക് ആവശ്യം. ഒരുപക്ഷെ അതിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമായാൽ ഇന്ത്യക്കും വെളിയിലേക്ക് ഇത് കയറ്റുമതി ചെയ്യാൻ പോലും അവർക്ക് സാധ്യമാകുന്നതാണ്. ഒരുപക്ഷെ കൂടുതലായിട്ട് ഇവിടെ ജനസംഖ്യ വർദ്ധിക്കുകയും കൂടുതലായിട്ട് ഉൽപ്പാദനങ്ങൾ നടത്തേണ്ട ഒരു ആവശ്യവും ഉണ്ടായേക്കാം. അങ്ങനെയാണെങ്കിലും ഈ പെസ്റ്റിസൈഡുകൾക്ക് കൂടുതൽ ഉപഭോക്താക്കൾ ഉണ്ടാകുന്നതാണ്. ലാഭക്കൊതിയോടുകൂടി തന്നെ അവർ 5 ടൺ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഒരു വലിയ പ്ലാന്റ് തന്നെയാണ് അവിടെ സ്ഥാപിച്ചത്. ഈ അപകടങ്ങളുടെ എല്ലാം പിന്നിലുള്ള കാതലായിട്ടുള്ള കാരണം അത്രയധികം വലിപ്പമേറിയിട്ടുള്ള, അത്രയധികം ചെലവേറിയിട്ടുള്ള ഒരു ഫാക്ടറിയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഭോപ്പാലിൻ്റെ ചരിത്രത്തിലേക്കും ഒന്ന് നോക്കാം. 1950-ൽ, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞുള്ള ആ ഒരു കാലഘട്ടം ഭോപ്പാൽ ശരിക്കും ഒരു വലിയ നഗരമൊന്നും ആയിരുന്നില്ല. ഭോപ്പാലിലെ ആകെ ജനസംഖ്യ എന്ന് പറയുന്നത് അപ്പോൾ വെറും 50,000 മാത്രമായിരുന്നു. പക്ഷേ 1956-ലാണ് ഇത് മധ്യപ്രദേശ് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായി മാറുന്നത്. അതോടുകൂടി ഭോപ്പാലിൻ്റെ തലവര തന്നെ മാറുകയായിരുന്നു. ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ അവിടെ കുടിയേറാനും അവിടെ ജോലികൾ ചെയ്യാനും തുടങ്ങി. വലിയ രീതിയിലുള്ള ഫാക്ടറികളും വ്യവസായ സ്ഥാപനങ്ങളും ഒക്കെ അവിടെ ഉണ്ടാവുകയായിരുന്നു. 1984 ആയപ്പോഴേക്കും അവിടുത്തെ ജനസംഖ്യ 8 ലക്ഷവും പിന്നിട്ടിരുന്നു. അത്രയധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്താണ് ഈ വിപത്ത് സംഭവിച്ചത്. ഫാക്ടറി വലിയ രീതിയിലുള്ള ഉൽപ്പാദനങ്ങൾ നടത്തുകയും അവർക്ക് അതിലൂടെ വലിയ രീതിയിലുള്ള ഒരു ലാഭം ഉണ്ടാക്കാൻ സാധ്യമാവുകയും ചെയ്തു. പക്ഷേ 1980കളുടെ തുടക്കത്തിൽ കമ്പനിക്ക് വലിയ രീതിയിലുള്ള നഷ്ടമാണ് നേരിടേണ്ടി വന്നത്. അതിൻ്റെ പിന്നിലുള്ള കാരണം ഇന്ത്യയിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായ വലിയ രീതിയിലുള്ള വരൾച്ച തന്നെയാണ്. വരൾച്ച കാരണം വലിയ രീതിയിലുള്ള കൃഷിനാശം സംഭവിക്കുന്നു. പലരും കൃഷി ഇറക്കാൻ തന്നെ മടിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും പെസ്റ്റിസൈഡിൻ്റെ ആവശ്യവും കുറവാണ്. പക്ഷേ കമ്പനി അതൊന്നും ശ്രദ്ധിച്ചില്ല. അവർ ധാരാളമായിട്ട് പെസ്റ്റിസൈഡുകൾ ഉൽപ്പാദിപ്പിക്കാനും അത് വിറ്റുപോകാതെ കെട്ടിക്കിടക്കാനും തുടങ്ങി. സെവിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പെസ്റ്റിസൈഡ്, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കെമിക്കൽ എന്ന് പറയുന്നത് മീഥൈൽ ഐസോസൈനൈഡ് എന്ന ഒരു ദ്രാവകമാണ്. റൂം ടെമ്പറേച്ചറിൽ അത് ദ്രാവകാവസ്ഥയിലാണ്. താപനില കൂടുമ്പോൾ അത് വാതകമായിട്ട് മാറുന്നതുമാണ്. ദ്രാവകാവസ്ഥയിൽ ഇതിന് പ്രത്യേകിച്ച് മണമൊന്നുമില്ല. വാതകമാകുമ്പോഴാണ് ഇതിന് ഒരു അവിഞ്ഞ മണം ഉണ്ടാകുന്നത്. കൂടാതെ ഇത് നിറമില്ലാത്ത ഒരു ദ്രാവകം കൂടിയാണ്. ഇവർ ഇതിനെ ഉൽപ്പാദിപ്പിച്ച് ശേഖരിച്ചു വെക്കാനായിട്ട് 3 ടാങ്കുകളാണ് ഉൽപ്പാദിപ്പിച്ചത്. ആ 3 ടാങ്കുകളും സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. ഓരോ ടാങ്കിൻ്റെയും കപ്പാസിറ്റി എന്ന് പറയുന്നത് 40 ടണ്ണാണ്. അങ്ങനെ 40 ടൺ കപ്പാസിറ്റി ഉള്ള 3 ടാങ്കുകൾ. ആ 3 ടാങ്കുകൾക്ക് ചുറ്റിനുമായിട്ടും ഒരു സുരക്ഷാ കവചമുണ്ട്. കോൺക്രീറ്റ് കൊണ്ട് തീർത്തിട്ടുള്ള വലിയൊരു ടാങ്കുണ്ട്. ആ ടാങ്കിൻ്റെ ഉള്ളിലാണ് ഈ 3 ചെറു ടാങ്കുകൾ സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 1940കളുടെ അവസാന ഘട്ടത്തിലാണ് MIC ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ മീഥൈൽ ഐസോസൈനൈഡ് ഉപയോഗിച്ചിട്ട് പെസ്റ്റിസൈഡ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് എത്തിച്ചേരുന്നത്. അല്ലെങ്കിൽ MIC എന്ന കെമിക്കൽ തന്നെ ഉണ്ടാകുന്നത് ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ്. ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള പരീക്ഷണങ്ങളിലൂടെ ഇത് വളരെയധികം അപകടകാരിയായിട്ടുള്ള ഒരു കെമിക്കലാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇതിന് ആ ഘട്ടത്തിൽ ഒരു ഇരട്ടപ്പേര് കൂടി ഉണ്ടായി. അതിൻ്റെ ഇരട്ടപ്പേര് ലിക്വിഡ് ഡൈനാമൈറ്റ് എന്നായിരുന്നു. ദ്രാവകാവസ്ഥയിലുള്ള
വലിയ സ്ഫോടക ശേഷിയുള്ള ഒരു ഡൈനാമൈറ്റിന് സമാനമാണ് MIC ജലവുമായിട്ട് ഒരു കാരണവശാലും കൂട്ടിമുട്ടാൻ പാടില്ല. കാരണം ഇത് ജലവുമായിട്ട് ത്വരിതഗതിയിൽ റിയാക്ട് ചെയ്യുന്നതാണ്. അതൊരു എക്സോതെർമിക് റിയാക്ഷനാണ്, അതായത് വലിയ രീതിയിലുള്ള ഒരു താപം അത് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അന്തരീക്ഷത്തിലെ വായുവിൽ MICയുടെ അളവ് 5 ppm താഴെയാണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള അപകടങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ppm എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാർട്സ് പെർ മില്യൺ ആണ്. അതായത് നമ്മുടെ ചുറ്റുമുള്ള വാതകങ്ങൾ, ആ വാതകത്തിൽ അടങ്ങിയിരിക്കുന്ന ആറ്റംസ് 10 ലക്ഷം ആറ്റംസ് ഉണ്ടെങ്കിൽ അതിൽ 5 എണ്ണം മാത്രം ഈ MICയുടെ ആറ്റം ആയാൽ മതി, അല്ലെങ്കിൽ മോളിക്യൂൾ ആയാൽ മതി, നമുക്ക് വലിയ രീതിയിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നതാണ്. പ്രധാനമായിട്ടും നമ്മുടെ കണ്ണുകൾ നീറുന്നതാണ്, കണ്ണിൽ നിന്നും വെള്ളം ഒഴുകുന്നതാണ്, ഉള്ളിലേക്ക് ശ്വാസം എടുക്കാൻ വളരെ പ്രയാസമായിരിക്കും. വലിയ അളവിൽ മുളക് ഭക്ഷിച്ചതിന് സമാനമായിട്ടുള്ളൊരു അവസ്ഥയായിരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ ഉൾഭാഗത്ത് അനുഭവപ്പെടുക. ശ്വാസം എടുക്കാൻ വലിയ രീതിയിലുള്ള പ്രയാസം നേരിടേണ്ടി വരുന്നതാണ്. നമ്മുടെ ലങ്സിന് വലിയ രീതിയിലുള്ള നീർക്കെട്ട് സംഭവിക്കുന്നതാണ്. അതിനെ തുടർന്ന് ശ്വാസം എടുക്കാൻ സാധിക്കാതെ വരികയും മരണത്തിന് കീഴടങ്ങേണ്ടി വരികയും ചെയ്യുന്നതാണ്. വലിയ അളവിലുള്ള സയനൈഡാണ് ഇത് കാരണം ഉണ്ടാകുന്നത്. അതായത് വലിയ രീതിയിലുള്ള ഒരു വിഷം തന്നെയാണ്. ഇതിൻ്റെ അളവ് 21 ppm മുകളിലേക്ക് മാറുകയാണെങ്കിൽ അപ്പോൾ ഭയപ്പെടേണ്ട ഒരാവശ്യവുമില്ല. കാരണം ഈ വേദനകളൊന്നും അനുഭവിക്കേണ്ടി വരുന്നതല്ല. നിമിഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് തന്നെ ആ വ്യക്തി മരണമടയുന്നതാണ്. ഇത്രയധികം അപകടങ്ങൾ നിറഞ്ഞതായതുകൊണ്ട് തന്നെ കമ്പനിക്ക് ചില റെഗുലേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഇതിനെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഒരു റെഗുലേഷൻസും ഇല്ലായിരുന്നു എന്ന് പറയുന്നതാണ് വാസ്തവം. അതിനുശേഷമാണ് പല ആക്റ്റുകളും ഉണ്ടാകുന്നത്. അതിനു മുൻപ് ആർക്കും എന്തു വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ മനുഷ്യരുടെ ജീവഹാനിക്ക് കാരണമായാലും ഒരു കുഴപ്പവുമില്ല. പക്ഷേ കമ്പനിയുടെ നിയമാവലിയിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. 3 ടാങ്കുകളുള്ള കാര്യം ഞാൻ പറഞ്ഞു. അതിൽ 60% മുകളിലേക്ക് MICയുടെ അളവ് കൊണ്ടുവരാൻ പാടില്ല. പരമാവധി 60%. ബാക്കി വരുന്ന 40% അത് നൈട്രജൻ എന്ന വാതകം കൊണ്ട് നിറയ്ക്കേണ്ടതാണ്. അതുകൂടാതെ ഇതിൻ്റെ താപനില ഉയർന്നു പോകാതിരിക്കാൻ വേണ്ടി റെഫ്രിജറേറ്റർ സംവിധാനവും ഉണ്ടാക്കേണ്ടതാണ്. ഈ MIC കടന്നു പോകുന്ന ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് തന്നെ ഉൽപ്പാദിപ്പിച്ചതായിരിക്കണം. അല്ലെങ്കിൽ അത് വലിയ വിപത്തിന് കാരണമായി മാറുന്നതുമാണ്. 1980കളുടെ തുടക്കത്തിൽ ഈ കമ്പനിക്ക് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ നേരിടേണ്ടി വന്നു എന്ന് ഞാൻ പറഞ്ഞു. ആ നഷ്ടങ്ങൾക്ക് ഒരു കടിഞ്ഞാൺ ഇടാനായിട്ട് അവരവരുടെ നിയമങ്ങളിൽ വെള്ളം ചേർക്കാൻ തുടങ്ങി. ചില കാര്യങ്ങളൊക്കെ അവർ ഒഴിവാക്കാൻ തുടങ്ങി. ചില സമയങ്ങളിലൊക്കെ ഇതിൻ്റെ പൈപ്പുകളിലും ടാങ്കുകളിലുമൊക്കെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്തുമ്പോൾ മാറ്റിവെക്കുന്ന വസ്തുക്കൾക്ക് പകരം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വസ്തുക്കൾ തന്നെയാണ് വെക്കേണ്ടത്. പക്ഷേ ഇവർ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കാതെ സാധാരണ രീതിയിലുള്ള സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റീലുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് പിന്നീട് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക മാത്രമാണ് ചെയ്തത്. അവിടെ കൂടുതലായിട്ട് ചോർച്ച ഉണ്ടാവാൻ തുടങ്ങി. ആ ഭാഗങ്ങൾ തുരുമ്പെടുക്കാൻ തുടങ്ങി. കൂടാതെ ഒരു റെഫ്രിജറേറ്റർ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുകയാണെങ്കിൽ, ഒരു ദിവസം മുഴുവനും ഉപയോഗിക്കുകയാണെങ്കിൽ ഏതാണ്ട് ആ കാലഘട്ടത്തിലെ 500 മുതൽ 700 രൂപ വരെ ചിലവ് വരുന്നതാണ്. ആ ചിലവ് ഒഴിവാക്കാനും ഇവർ തീരുമാനിച്ചു. ഒരു ദിവസം വെറും 500 രൂപ ലാഭിക്കാൻ വേണ്ടി മാത്രം അവർ ആ റെഫ്രിജറേറ്റർ പൂർണ്ണമായിട്ടും പ്രവർത്തനരഹിതമാക്കി. ഇത്തരത്തിൽ കൃത്യമായിട്ട് മെയിൻ്റനൻസ് നടത്താത്തത് കൊണ്ട് തന്നെ 80കളുടെ ആ തുടക്കഘട്ടത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ പ്ലാന്റിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആദ്യമായിട്ട് ഒരു ജീവഹാനി സംഭവിക്കുന്നത് 1982-ലാണ്. മുഹമ്മദ് അഷ്റഫ് എന്നാണ് ആ വ്യക്തിയുടെ പേര്. പ്ലാന്റിൻ്റെ ഉള്ളിൽ ഒരു വലിയ ലീക്ക് ഉണ്ടായി. ഫോസ്ഫീൻ വാതകമാണ് വെളിയിലേക്ക് ലീക്കായി പോയത്. കമ്പനിയുടെ ഉയർന്ന തലത്തിലുള്ള ഒഫീഷ്യലുകൾ മുഹമ്മദ് അഷ്റഫിനെയാണ് ആ ജോലി ഏൽപ്പിച്ചത്. അദ്ദേഹത്തോട് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനും അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാനും അറിയിച്ചു. അവിടെ ചോർച്ച ഉണ്ടെങ്കിൽ ആ ചോർച്ച ഒഴിവാക്കാനുള്ള നിർദ്ദേശവും അഷ്റഫിന് കൊടുക്കുകയുണ്ടായി. അത് വലിയൊരു ചതിയായിരുന്നു. എല്ലാവർക്കും അറിയാം, വാതകത്തിൻ്റെ ഒരു ചോർച്ച ഉണ്ടെങ്കിൽ അത് വലിയ അപകടങ്ങൾ സൃഷ്ടിക്കുമെന്ന്. നേരിട്ട് അതുമായിട്ട് എക്സ്പോസ്ഡ് ആവുകയാണെങ്കിൽ മൃത്യു വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അഷ്റഫ് ആ ഒരു ചതിക്കുഴിയിലേക്ക് വീഴുകയായിരുന്നു. കാര്യമായിട്ടുള്ള ഒരു PPE കിറ്റുകളും ഇല്ലാതെ തന്നെ അദ്ദേഹം അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും നേരിട്ട് തന്നെ ഫോസ്ഫീൻ വാതകം അദ്ദേഹത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. പിന്നെ മണിക്കൂറുകൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ. രക്തം ഛർദ്ദിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് തന്നെ മരണത്തിന് കീഴടങ്ങി. അത് വലിയൊരു ചതി തന്നെ ആയിരുന്നു. പക്ഷേ ഈ മരണത്തിന് മുൻപ് തന്നെ, ഈ സംഭവം നടക്കുന്നതിന് മുൻപ് തന്നെ
കമ്പനിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ കൃത്യമായിട്ട് മെയിൻ്റനൻസ് നടത്താത്തതിനെക്കുറിച്ച് അഷ്റഫ് മറ്റൊരു വ്യക്തിയോട് പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ അയൽക്കാരനായിട്ടുള്ള മറ്റൊരു വ്യക്തി. രാജ്കുമാർ കേശ്വാനി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു വീക്കിലി ഉണ്ടായിരുന്നു. ആ വീക്കിലിയിൽ അദ്ദേഹം വാർത്തകൾ നിരന്തരമായിട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മുഹമ്മദ് അഷ്റഫിലൂടെ ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം കേട്ടറിയുകയുണ്ടായി. പക്ഷേ അഷ്റഫിൻ്റെ മരണത്തിന് ശേഷമാണ് അത് അത്രയധികം ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണെന്ന് രാജ്കുമാർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം കൂടുതൽ അന്വേഷണങ്ങൾക്ക് വേണ്ടി, ഈ ഒരു പ്ലാന്റിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. മുഹമ്മദ് അഷ്റഫിൻ്റെ മരണത്തിന് ശേഷം അമേരിക്കയിലുള്ള കമ്പനി ഒരു 4 സംഘത്തെ ഈ കമ്പനിയിലേക്ക് അയക്കുകയുണ്ടായി. ഈ കമ്പനിയിൽ വന്ന് എന്ത് കാരണം കൊണ്ടാണ് അഷ്റഫ് മരണമടഞ്ഞത്, അതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ്, ആ കമ്പനിയിൽ എന്തെങ്കിലും തകരാറുകളുണ്ടോ, ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ് അത് പരിഹരിക്കേണ്ടതെന്നൊക്കെ വിലയിരുത്തുക, അല്ലെങ്കിൽ അതൊക്കെ ഓഡിറ്റ് ചെയ്യുക എന്നതാണ് ഈ 4 സംഘത്തിൻ്റെ ഉത്തരവാദിത്തം. അവരവിടെ എത്തിച്ചേരുകയും അവിടെ ധാരാളമായി പഠനങ്ങൾ നടത്തുകയും ചെയ്തു. ഞെട്ടിക്കുന്ന വാസ്തവങ്ങളാണ് അവർക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. കമ്പനി വലിയ രീതിയിലുള്ള ഒരു അപകടത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ഇൻഡസ്ട്രിയൽ ബോംബാണ് ആ കമ്പനി. അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഓരോന്നായി എണ്ണി അവർ പ്രത്യേകമായിട്ട് ഒരു റിപ്പോർട്ട് തന്നെ ഉണ്ടാക്കുകയുണ്ടായി. പക്ഷേ അത് പൂർണ്ണമായിട്ടും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു. ആ റിപ്പോർട്ട് ആ കമ്പനിയുടെ ഉള്ളിൽ തന്നെ പൂഴ്ത്തുകയായിരുന്നു. ഓഡിറ്റ് റിപ്പോർട്ടിനെ അവഗണിച്ച് അവർ പഴയ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയി. അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ടായിരുന്നു. ഹെഡ്ക്വാർട്ടേഴ്സ് അമേരിക്കയിലാണ്. അമേരിക്കയിലുള്ള ഹെഡ്ക്വാർട്ടേഴ്സിനെ ഈ കാര്യങ്ങൾ അറിയിച്ച് അവർക്ക് വേണമെങ്കിൽ അറ്റകുറ്റപ്പണികളൊക്കെ നടപ്പിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിന് കൂടുതലായിട്ട് പണം ചെലവഴിക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ വലിയ നഷ്ടത്തിലാണ് കമ്പനി പോകുന്നത്. അത് ഒഴിവാക്കാനായിട്ട് ഈ കമ്പനിയുടെ ചുമതലയുള്ള വ്യക്തി അദ്ദേഹം തീരുമാനിച്ചത് ഇവിടെ ഒരു രീതിയിലുള്ള മെയിൻ്റനൻസും നടത്തേണ്ട കാര്യവുമില്ല. ചിലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട് വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സീനിയേഴ്സായിട്ടുള്ള കുറേയധികം ജീവനക്കാരെ അവിടെ നിന്നും നീക്കം ചെയ്യുകയാണ് ഉണ്ടായത്. അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതലായിട്ട് ശമ്പളം കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ നീക്കം ചെയ്ത് പകരം താൽക്കാലിക ജീവനക്കാരെ അവിടെ അപ്പോയിൻറ്റ് ചെയ്യുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത്തരത്തിൽ ഒരു ടെക്നീഷ്യൻ അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 6 മാസത്തെ ട്രെയിനിങ് കൊടുക്കേണ്ടതാണ്. പക്ഷേ 6 മാസത്തെ പോയിട്ട് 6 ആഴ്ചത്തെ ട്രെയിനിങ് പോലും അവർക്ക് കിട്ടുന്നില്ല. കൂടിപ്പോയാൽ ഒരു 2 ആഴ്ച മാത്രം അവർക്കൊരു പരിശീലനം ലഭ്യമാക്കും. അതിനുശേഷം നേരിട്ട് അവർ ജോലിയിലേക്ക് തന്നെ കടക്കുകയാണ്. ഇതും ആ അപകടത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറുന്നുണ്ട്. ബുദ്ധിമാനായ രാജ്കുമാർ കേശവാനി ആ കമ്പനിയിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന ചില ജീവനക്കാരുടെ സഹായത്താൽ ആ ഓഡിറ്റിൻ്റെ ഒരു കോപ്പി കരസ്ഥമാക്കുകയുണ്ടായി. അത് വായിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ തന്നെ അദ്ദേഹം ഞെട്ടിപ്പോവുകയായിരുന്നു. വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന 65 ഹസാർഡുകളാണ് അക്കമിട്ട് ആ റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ 31 എണ്ണം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന വളരെയധികം അപകടകരമായിട്ടുള്ള ഹസാർഡുകൾ തന്നെയാണ്. ഇത് ഒരു റിപ്പോർട്ടാക്കി അദ്ദേഹത്തിൻ്റെ വീക്ക്ലിയിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. പ്രസിദ്ധീകരിച്ചു എന്നല്ലാതെ അതിലൂടെ വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും സൃഷ്ടിക്കാൻ സാധ്യമായില്ല. ജനങ്ങളും അതിനെ കാര്യമായിട്ട് എടുത്തില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോലി നൽകുന്ന ഒരു വരുമാന മാർഗമാണ് ഈ കമ്പനി. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഇതിൽ കാര്യമായിട്ട് ഇടപെടുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസുകാരും ഇതിലേക്ക് കാര്യമായിട്ട് നോക്കുന്നില്ല. പക്ഷേ രാജ്കുമാറിന് കമ്പനിയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹത്തെ പലപ്പോഴായിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഭീഷണിയിലൊന്നും പെടാതെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവുമായി മുൻപോട്ട് പോവുക തന്നെ ചെയ്തു. എല്ലാ ആഴ്ചയിലും ഇറങ്ങുന്ന അദ്ദേഹത്തിൻ്റെ വീക്ക്ലിയിൽ കൃത്യമായിട്ട് ഈ കമ്പനിയിലെ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് ആ കാളരാത്രിയിലേക്ക് തന്നെ പോകാം. 1984 ഡിസംബർ മാസം 2-ാം തീയതി രാത്രിയാണ്. രാത്രി ഷിഫ്റ്റിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അവിടുത്തെ ഒരു സൂപ്പർവൈസറാണ് ഗൗരി ശങ്കർ. ഗൗരി ശങ്കറിന് കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം അപ്പോൾ ലഭിക്കുകയുണ്ടായി. MIC ടാങ്കിലേക്ക് പോകുന്ന ഒരു പൈപ്പ്, ആ പൈപ്പിൽ എന്തോ ബ്ലോക്കുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെ ഒരു ബ്ലോക്ക് വരികയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഫ്ലഷ് ചെയ്ത് ആ ബ്ലോക്ക് കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് വെള്ളം ഒരു കാരണവശാലും MIC ഇരിക്കുന്ന ടാങ്കിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ടാങ്കിൻ്റെ മുൻഭാഗത്തുള്ള വാൾവ് അത് കൃത്യമായിട്ട് അടച്ചതിന് ശേഷം മാത്രം വേണം ഈ വെള്ളം ഫ്ലഷ് ചെയ്യാനായിട്ട്. ഗൗരി ശങ്കർ അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു താൽക്കാലിക ജീവനക്കാരനായ റഹ്മാൻ ഖാനോട് ഫ്ലഷ് ചെയ്യാനായിട്ട് പറഞ്ഞു.
അന്നവിടെ ജോലിയിൽ പ്രവേശിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ റഹ്മാൻ ഖാൻ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു വാർത്ത അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആദ്യം ഒരു ഭയമാണ് തോന്നിയത്. എനിക്ക് കുറച്ച് നാളത്തെ മാത്രമേ പരിചയമുള്ളൂ, ഇതുവരെ ഞാൻ ഫ്ലഷ് ചെയ്തിട്ടില്ല എന്ന് റഹ്മാൻ ഖാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. പക്ഷേ ഗൗരി ശങ്കർ ഇത് കാര്യമായിട്ട് എടുക്കുന്നില്ല. നിനക്ക് കിട്ടിയിട്ടുള്ള ഈ എക്സ്പീരിയൻസ് തന്നെ ധാരാളമാണ്, ഇത് അത്രയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു ജോലിയൊന്നുമല്ല, വെറുതെ വെള്ളമൊഴിച്ച് അത് ഫ്ലഷ് ചെയ്ത് അവിടുത്തെ ബ്ലോക്ക് കളഞ്ഞാൽ മാത്രം മതി എന്ന് റഹ്മാൻ ഖാനോട് പറയുകയുണ്ടായി. റഹ്മാൻ ഖാൻ അതനുസരിച്ച് ആദ്യം വാൾവ് കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമാണ് വെള്ളം ഉള്ളിലേക്ക് ഫ്ലഷ് ചെയ്യുന്നത്. വെള്ളം ഫ്ലഷ് ചെയ്ത് അധികം വൈകാതെ തന്നെ അത് ഓഫ് ചെയ്യേണ്ടതുമാണ്. പക്ഷേ അവർ ഓഫ് ചെയ്യുന്നില്ല, നിരന്തരമായി വെള്ളം ഫ്ലഷ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷേ ഗൗരി ശങ്കറും അതുപോലെ റഹ്മാൻ ഖാനും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമുണ്ടായിരുന്നു. വാൾവിന് അപ്പുറത്തായിട്ട്, അതായത് വാൾവിനും MIC ടാങ്കിൻ്റെയും ഇടയിലായിട്ട് ഒരു സ്ലിപ്പ് ബ്ലൈൻഡ് ഉണ്ട്. ഒരു സ്റ്റീൽ ബ്ലൈൻഡാണ്. ആ ബ്ലൈൻഡ് ഉള്ളിലേക്ക് താഴ്ത്തിടുക. അത് താഴ്ത്തി ഇട്ടാനുള്ള പ്രയോജനം എന്ന് പറയുന്നത് വാൾവ് ഒരു പക്ഷേ പൂർണ്ണമായിട്ടും ഈ വെള്ളത്തെ പ്രതിരോധിച്ചു എന്ന് വരികയില്ല. അതിലൂടെ കുറച്ച് വെള്ളമൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത കൂടി ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ സ്ലിപ്പ് ബ്ലൈൻഡ് ഉപയോഗിക്കുന്നത്. വാൾവ് അടയ്ക്കുന്നതിനോടൊപ്പം തന്നെ സ്ലിപ്പ് ബ്ലൈൻഡും കൃത്യമായിട്ട് അവിടെ ഇടേണ്ടതാണ്. പക്ഷേ അവർ സ്ലിപ്പ് ബ്ലൈൻഡ് ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വാൾവിലൂടെ പ്രവേശിച്ച അല്പം വെള്ളം അത് അല്പമായിട്ട് ആ ടാങ്കിലേക്കും പ്രവേശിക്കാൻ തുടങ്ങി. ടാങ്കിലപ്പോൾ MIC ഉണ്ട് ധാരാളമായി തന്നെ. ആ MICയിലേക്ക് വെള്ളം ഇറ്റ് വീഴുകയാണ്. വെള്ളം എത്തിയതോടുകൂടി തന്നെ അവിടെ വലിയ രീതിയിലുള്ള ത്വരിതഗതിയിൽ സംഭവിക്കുന്ന ഒരു റിയാക്ഷൻ നടക്കുകയാണ്. ആ റിയാക്ഷനെ തുടർന്ന് അവിടെ വലിയ രീതിയിലുള്ള താപമുണ്ടായി. താപത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രഷറും ഉണ്ടാകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ കൺട്രോൾ സ്റ്റേഷനിൽ സുമൻഡെ എന്ന ഒരു സീനിയർ സൂപ്പർവൈസർ ഉണ്ട്. അദ്ദേഹം കാര്യങ്ങൾ കൃത്യമായിട്ട് ഗവനിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായ പ്രഷറിലെ ഒരു വ്യതിയാനം മനസ്സിലാക്കാൻ സാധ്യമായി. ഒരു അരമണിക്കൂർ മുൻപ് അവിടെ ഉണ്ടായിരുന്ന പ്രഷർ വെറും 2 PSI മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 10 PSI ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ സുമൻഡെ പെട്ടെന്ന് ചിന്തിച്ചത് കഴിഞ്ഞ ആഴ്ച സംഭവിച്ച ഒരു അപാകതയെക്കുറിച്ചാണ്. അതായത് കഴിഞ്ഞ ആഴ്ച ഒരു എംപ്ലോയി പ്രഷർ വലിയ രീതിയിൽ വർദ്ധിക്കുന്നതായി കണ്ടു. അതിനെ തുടർന്ന് ആ വ്യക്തി പാനിക് അലാം പ്രവർത്തിപ്പിക്കുകയും എല്ലാവരും ഭയപ്പെടുകയും ഉണ്ടായി. പക്ഷേ പിന്നീട് സീനിയർ സൂപ്പർവൈസേഴ്സ് ആ ടാങ്ക് പരിശോധിച്ചപ്പോൾ അവിടെ ഒരു രീതിയിലുള്ള പ്രശ്നവുമില്ല, അതൊരു ഫോൾസ് അലാം ആയിരുന്നു, അത് തെറ്റായിട്ടുള്ള ഒരു ഗേജിൻ്റെ പ്രവർത്തനം കാരണം മോശമായിട്ടുള്ളൊരു റീഡിംഗ് കാണിച്ചതാണെന്ന് മനസ്സിലാക്കിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ അവരുടെ മേലുദ്യോഗസ്ഥർ കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശം കൊടുക്കുകയുണ്ടായി. ഇനി അനാവശ്യമായിട്ട് അലാം പ്രവർത്തിപ്പിക്കാൻ പാടില്ല, അങ്ങനെ പ്രവർത്തിപ്പിക്കുന്നവരെ ആ കമ്പനിയിൽ നിന്ന് തന്നെ പറഞ്ഞു വിടുമെന്നായിരുന്നു നിർദ്ദേശം. സുമൻഡെ അത്തരത്തിലുള്ള ഒരു വീഴ്ച ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഇത് കാര്യമായിട്ട് എടുക്കുന്നില്ല. അപ്പോൾ സമയം 11 മണി കഴിഞ്ഞിരുന്നു. പിന്നീട് ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞ് 11:30 ആയി. 11:30 ആയപ്പോൾ ചില ജീവനക്കാരുടെ കണ്ണുകൾ പുകയുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെട്ടു. എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ കണ്ണ് പുകയുന്നത്. അതിനു പുറമെ മറ്റ് ചില ജീവനക്കാർ കമ്പനിയുടെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ചെറിയൊരു ലീക്കും കാണുന്നുണ്ട്. അതായത് വലിയ അളവിലുള്ള വാതകം വെളിയിലേക്ക് വമിക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു മഞ്ഞ നിറത്തോടു കൂടിയ വാതകമാണ്. എന്തോ അപകടകരമായിട്ടുള്ളൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. ഈ കാര്യം അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ അവിടുത്തെ മറ്റൊരു സീനിയർ ഓപ്പറേറ്ററായിട്ടുള്ള ഖുറേഷിയെ അറിയിക്കുന്നുണ്ട്. ഖുറേഷി അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയകളെക്കുറിച്ചൊന്ന് വിലയിരുത്തി. അവിടെ ഫ്ലഷ് ഇപ്പോൾ നടത്തിയിട്ടുണ്ട്, ബ്ലോക്ക് ഉണ്ടായിരുന്നു, ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു ആ പ്രവർത്തനമെന്നൊക്കെ അദ്ദേഹം മനസ്സിലാക്കി. ആ ഫ്ലഷ് ചെയ്തിട്ടുള്ള റഹ്മാൻ ഖാനോടും ഗൗരി ശങ്കറിനോടും അദ്ദേഹം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയുണ്ടായി. ഇപ്പോഴും ആ ജലം ഉള്ളിലേക്ക് ഫ്ലഷ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം അദ്ദേഹം ഞെട്ടലോടുകൂടി തന്നെയാണ് കേട്ടറിഞ്ഞത്. അപ്പോൾ വാൾവ് കൃത്യമായിട്ട് അടച്ചിട്ടുണ്ട്, ഭയപ്പെടേണ്ട ആവശ്യമില്ല, വെള്ളം ഇപ്പോൾ തന്നെ ഓഫ് ചെയ്യാമെന്ന് റഹ്മാൻ ഖാൻ അദ്ദേഹത്തോട് പറയുകയുമുണ്ടായി. പക്ഷേ ഖുറേഷിക്ക് അതുകൊണ്ടൊന്നും മതിയായിരുന്നില്ല. അദ്ദേഹം ഒരു കാര്യം കൂടി ഉറപ്പിക്കാൻ വേണ്ടി ചോദിച്ചു. വാൾവ് അടച്ചതിനോടൊപ്പം തന്നെ നിങ്ങൾ ആ സ്ലിപ്പ് ലൈൻഡും ഇട്ട് കാണുമായിരിക്കുമല്ലോ. പക്ഷേ റഹ്മാൻ ഖാന് അത്തരത്തിലുള്ള ഒരു സ്ലിപ്പ് ലൈനിനെ കുറിച്ച് ഒന്നും തന്നെ അറിയുകയില്ലായിരുന്നു. ഗൗരി ശങ്കർ അങ്ങനെ അടച്ചിട്ടുണ്ട് എന്ന് തന്നെ ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ റഹ്മാൻ ഖാൻ അത് നിരസിച്ചു. ഇല്ല സാർ, അത് അടച്ചിട്ടില്ല, അങ്ങനൊരു സംഭവം ഉള്ളതായിട്ട് എന്നോടാരും പറഞ്ഞിട്ടില്ല. ഖുറേഷി അതിഭീതിയോടുകൂടി തന്നെയാണ് ഇത് കേട്ടറിഞ്ഞത്. ഇത്രയും പെട്ടെന്ന് തന്നെ ജലം ഓഫ് ചെയ്യുക, സ്ലിപ്പ് റിങ് കൊണ്ട് അത് അടയ്ക്കുക,
ഈ നിർദ്ദേശം കൊടുത്തിട്ട് അദ്ദേഹം നേരെ പോയത് ആ ടാങ്കിൻ്റെ അരികിലേക്കാണ്. വലിപ്പമേറിയിട്ടുള്ള കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വലിയൊരു ടാങ്കിനെ കുറിച്ച് മുൻപ് ഞാൻ പറഞ്ഞിരുന്നു. ആ ടാങ്കിൻ്റെ ഉള്ളിലാണ് MIC സൂക്ഷിക്കുന്ന 3 ടാങ്കുകൾ അടക്കം ചെയ്തിരിക്കുന്നത്. ആ ടാങ്കിൻ്റെ ഏറ്റവും മുകളിലേക്ക് കയറിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് കാര്യങ്ങൾ പന്തിയല്ല എന്ന് മനസ്സിലായി. കാരണം ശക്തമായിട്ടുള്ള ചൂട് അദ്ദേഹത്തിൻ്റെ ബൂട്ടുകളിലൂടെ അദ്ദേഹത്തിന് അറിയാൻ സാധിക്കുന്നുണ്ട്. ബൂട്ടിൻ്റെ താഴ്ഭാഗം ചെറുതായിട്ട് ഉരുകി തുടങ്ങിയിട്ടുമുണ്ട്. നല്ല രീതിയിലുള്ള ചൂട് അവിടെ ഉണ്ട്. വലിയ രീതിയിലുള്ള എക്സോതെർമിക് റിയാക്ഷൻ അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖുറേഷി ഒരു കാര്യം ഉറപ്പിച്ചു, വലിയ രീതിയിലുള്ള ഒരു അന്തകനായിട്ട് തൻ്റെ കമ്പനി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് തൻ്റെയോ ഇവിടുത്തെ ഫാക്ടറി ജീവനക്കാരുടെയോ മാത്രം അന്തകനല്ല, ഭോപ്പാൽ എന്ന ഈ നഗരത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ പോകുന്ന ഒരു അന്തകൻ അവിടെ ജനിക്കുകയാണ്. ഈ സമയം തന്നെ ഞെട്ടി വിറച്ചു നിൽക്കുന്ന മറ്റൊരു വ്യക്തിയുണ്ട്. കൺട്രോൾ സ്റ്റേഷനിലിരിക്കുന്ന മറ്റൊരു സീനിയർ ഓപ്പറേറ്ററായ സുമൻ്റെയുടെ മുൻപിലുള്ള ഗേജിൽ ഇപ്പോൾ പ്രഷർ 40 PSI ആണ്. അദ്ദേഹം നേരെ ഖുറേഷിയുടെ അരികിലേക്ക് പോയി കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. ആ സമയത്ത് തന്നെ അവർക്ക് വലിയൊരു പൊട്ടലിൻ്റെ ശബ്ദം കൂടി കേൾക്കാൻ സാധ്യമായി. കോൺക്രീറ്റ് പാളികൾ പൊട്ടി തുടങ്ങിയിരിക്കുന്നു. ശക്തമായിട്ടുള്ള ചൂട് കാരണം ആ ടാങ്കിൻ്റെ പല ഭാഗങ്ങളിലും വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അധികം വൈകാതെ തന്നെ അപകട സൂചന നൽകുന്ന അലാം പ്രവർത്തിച്ചു തുടങ്ങി. അലാം പ്രവർത്തിക്കുന്നതിന് മുൻപ് തന്നെ പരിഭ്രാന്തരായിട്ടുള്ള ജീവനക്കാർ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ തുടങ്ങി എന്നതാണ് വാസ്തവം. അവർ ഓടി രക്ഷപ്പെടുന്നത് ആ പുകയുടെ ദൃശ്യം മനസ്സിലാക്കിയിട്ടാണ്. പുക ഏത് ഡയറക്ഷനിലേക്കാണോ പോകുന്നതെന്ന് അവർ നോക്കുന്നുണ്ട്. നേരെ വിപരീത ഡയറക്ഷനിലേക്കാണ് അവർ ഓടി രക്ഷപ്പെടാനായിട്ട് തുടങ്ങിയത്. പുക വലിയ അളവിൽ വെളിയിലേക്ക് വ്യാപിക്കുകയാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ധാരാളമായി സെറ്റിൽമെൻറ്റുകളുണ്ട്. നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു വലിയ കോളനി തന്നെയാണ് ഇതിൻ്റെ ബൗണ്ടറി. ആ കോളനിയിലുള്ളവർ നല്ല ഉറക്കത്തിലായിരുന്നു. രാത്രി ഏതാണ്ട് 12 മണി കഴിഞ്ഞിരിക്കുന്നു. ആ രാത്രിയിൽ അവർ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവരൊരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കുകയില്ല തങ്ങൾക്കിനി ഒരിക്കലും ഈ ലോകത്തെ കാണാൻ സാധിക്കുകയില്ല എന്ന്. താങ്കൾ ഈ ലോകത്തോട് തന്നെ വിട പറയാൻ പോവുകയാണ്. അതിനുപരിയായി അവരുടെ ഈ കൊച്ചു നാട്, ആ കൊച്ചു നാട് ലോക ശ്രദ്ധ പിടിച്ചു പറ്റാൻ പോവുകയാണ് കുപ്രശസ്തിയിലൂടെ. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു വിപത്ത് നേരിടാൻ പോവുകയാണ്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഇൻഡസ്ട്രിയൽ ദുരന്തമാണ് അവിടെ നേരിടാൻ പോകുന്നതെന്ന് അവരറിഞ്ഞിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അവർ രക്ഷപ്പെടുകയായിരുന്നു. ഒട്ടും തന്നെ നരയിക്കാതെ ആ കമ്പനിയുടെ തൊട്ടരികിലുണ്ടായിരുന്ന ആളുകളെല്ലാം മരണമടഞ്ഞു. എന്നാൽ അവിടെ നിന്ന് അല്പം മാറിയുള്ള പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങളിലുള്ള ആളുകൾ ശരിക്കും പിന്നീട് അങ്ങോട്ട് നരകയാതനയുടെ നാളുകളിലൂടെ കടന്നു പോവുകയായിരുന്നു. ഡിസംബർ ആണ്, രാത്രിയാണ്. ആ സമയങ്ങളിൽ അവിടെ സ്വാഭാവികമായിട്ടും മഞ്ഞുണ്ടാകുന്നതാണ്. പക്ഷേ സാധാരണഗതിയിൽ കാണുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള മഞ്ഞ് കണ്ടപ്പോൾ പലർക്കും സംശയമുണ്ടായി. അതിനെ തുടർന്ന് അവർ വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങുകയും എന്താണ് സംഭവിക്കുന്നതെന്ന് പരസ്പരം അന്വേഷിക്കുകയും ചെയ്തു. വളരെയധികം രൂക്ഷമായിട്ടുള്ള ഒരു ഗന്ധവും അവർക്ക് ആ സമയത്ത് അനുഭവപ്പെടാൻ സാധിക്കുന്നുണ്ട്. ഒട്ടും വൈകാതെ തന്നെ അവരുടെ കണ്ണുകളിൽ നിന്നും വെള്ളം വെളിയിലേക്ക് വരികയാണ്. കണ്ണുകൾ നീറുകയാണ്. ഉള്ളിലൊരു തീജ്വാല ഉള്ളതുപോലുള്ള അനുഭവമാണ് അവർക്ക് നേരിടേണ്ടി വരുന്നത്. പലരും ഛർദ്ദിക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാൻ സാധിക്കാതെയുള്ള നിമിഷങ്ങളാണ്. എങ്ങോട്ടാണോ ഒന്ന് ഓടി രക്ഷപ്പെടുക, തങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ശരിക്കും ഇങ്ങനൊരു അപകടം ഉണ്ടായാൽ പോലും അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ചില വിദ്യകളൊക്കെ ആ കമ്പനിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതിലൊന്നാണ് വെൻ ഗ്യാസ് സ്ക്രബ്ബർ. അതിൽ കോസ്റ്റിക് സോഡ ഉപയോഗിച്ചിട്ട് ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു പരിധിവരെ. എന്നിട്ടും ബാക്കിയാകുന്ന ഭാഗങ്ങളെ കത്തിച്ച് ഇല്ലായ്മ ചെയ്യാനായിട്ട് അവിടെ ഫ്ലെയർ ടവറുകളുമുണ്ട്. അതുപയോഗിച്ചിട്ട് പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കാവുന്നതാണ്. ഇതിന് പുറമെയാണ് അവിടെയുള്ള റെഫ്രിജറേറ്ററിൻ്റെ അവസ്ഥ എന്താണെന്ന് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു. ആ ദിവസവും 500 രൂപ ലാഭിക്കാനായിട്ട് റെഫ്രിജറേറ്റർ അവർ പ്രവർത്തിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. ഫ്ലെയർ ടവറുകൾ പ്രവർത്തിക്കുന്നില്ല. കാരണം അതിൽ കൃത്യമായിട്ടുള്ള മെയിൻ്റനൻസ് നടന്നിട്ടില്ല. ആദ്യം പറഞ്ഞ വെൻ ഗ്യാസ് സ്ക്രബ്ബർ അതും പ്രവർത്തനരഹിതമാണ്. ഈ പറഞ്ഞ ടൂളുകൾ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അപകടത്തെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കുമായിരുന്നു. 15,000 എന്ന മരണസംഖ്യ ഒരു 500 അല്ലെങ്കിൽ ഒരു 100 ഒക്കെ കുറച്ചു കൊണ്ടുവരാൻ പോലും സാധ്യമാകുമായിരുന്നു. ആ ദിവസം ശരിക്കും വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ നടക്കുന്ന ഒരു ദിവസം കൂടിയായിരുന്നു. അവിടെ മുസ്ലിങ്ങളുടെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഉത്സവം ഉണ്ടായിരുന്നു. അതിനു പുറമെ ഒരു കല്യാണ സീസൺ തന്നെയാണ്. ആ ദിവസങ്ങളിലും അതിൻ്റെ അടുത്ത ദിവസങ്ങളിലുമായിട്ട് ധാരാളം വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നും ഭോപ്പാലിൽ എത്തിച്ചേർന്നിട്ടുമുണ്ട്.
അതുകൊണ്ട് തന്നെയാണ് മരണസംഖ്യ ഇത്രയധികം പെരുകിയത്. യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിൽ നിന്നും അധികം ദൂരമൊന്നുമില്ല ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷനിലേക്ക്. VK ശർമ്മയാണ് അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ ജോലികൾ തന്നെ മുഴുകിയിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേപ്പർ വർക്കുകളുമൊക്കെ ഉണ്ട്. ആ ജോലി തിരക്കുകളുടെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഒരു മിന്നായം പോലെ ഓഫീസിൻ്റെ വെളിയിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഒരു കാഴ്ച പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അവിടെ ഒരു കുട്ടി ഛർദ്ദിക്കുന്നതാണ് അദ്ദേഹം കണ്ടത്. ആ കുട്ടി വളരെയധികം അവശയാണ്. അത് യാത്രാക്ഷീണം കൊണ്ട് വല്ലതും ഉണ്ടായിട്ടുള്ള ഛർദ്ദിലായിരിക്കുമെന്നാണ് അദ്ദേഹം കരുതിയത്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് അതിലേക്ക് ശ്രദ്ധിക്കാതെ ജോലിയിലേക്ക് മടങ്ങി പോവുകയാണ്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി വെളിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. അദ്ദേഹം വെളിയിലേക്ക് ഇറങ്ങി നോക്കി. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. വലിയ രീതിയിലുള്ള ഒരു നാറ്റം, ഒരു ദുർഗന്ധം അവിടെയെല്ലാം വ്യാപിച്ചിരിക്കുന്നു. ആളുകൾക്കെല്ലാം എന്തൊക്കെയോ അസ്വസ്ഥതകളുണ്ട്. എല്ലാവരുടെയും കണ്ണുകൾ ചുവന്നിരിക്കുകയാണ്. എല്ലാവരും അസ്വസ്ഥരാണ്. ശ്വാസം എടുക്കാൻ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. ചിലരൊക്കെ അവിടെ ഛർദ്ദിക്കുന്നുമുണ്ട്. ഉത്സവമായതുകൊണ്ട് തന്നെ അടുത്ത ട്രെയിനിൽ യാത്ര ചെയ്യാനായിട്ട് കുറേയധികം യാത്രക്കാർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് VK ശർമ്മയ്ക്ക് ആദ്യം മനസ്സിലാകുന്നില്ല. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന മറ്റ് ജീവനക്കാരിൽ നിന്നും ഒരു വാതക ചോർച്ചയാകാനുള്ള സാധ്യതയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. തൻ്റെ നാട്ടിൽ തന്നെയുള്ള യൂണിയൻ കാർബൈഡ് കമ്പനി കൃത്യമായിട്ടല്ല പ്രവർത്തിക്കുന്നതെന്ന് ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുറേയധികം ആളുകൾക്ക് വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കമ്പനിയിൽ ഉണ്ടായിട്ടുള്ള ഒരു വാതക ചോർച്ച ആയിരിക്കാം ഇതെന്ന് അദ്ദേഹം അനുമാനിച്ചു. ഏതാനും മണിക്കൂറുകൾ നേരത്തേക്ക് മാത്രമേ ഈ ദുർഗന്ധം ഉണ്ടാവുകയുള്ളൂ. ആ ദുർഗന്ധം മാറിക്കഴിഞ്ഞാൽ എല്ലാവരും പഴയ സ്ഥിതിയിലേക്ക് തന്നെ മടങ്ങിയെത്തുമോ എന്നൊക്കെയാണ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെയും ചിന്തിച്ചത്. പക്ഷേ ഈ അപകടം അവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ലെങ്കിലോ, ഈ ദുർഗന്ധം ഇപ്പോഴൊന്നും മാറുന്നില്ല എങ്കിലോ, ഇത് മരണത്തിന് കാരണമായി മാറുന്നുണ്ടെങ്കിലോ, അപ്പോഴേക്കും കുറച്ചാളുകളൊക്കെ അവിടെ ബോധരഹിതരായിട്ട് വീഴുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ളവർ ഈ ദുർഗന്ധത്തിൽ നിന്നും ആപത്തിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാനായിട്ട് അവർ നനഞ്ഞ തുണി കൊണ്ട് മുഖത്ത് കെട്ടിവെക്കുന്നുണ്ടായിരുന്നു, ഒരു മാസ്ക് എന്ന വണ്ണം. പെട്ടെന്ന് തന്നെയാണ് സ്റ്റേഷൻ മാസ്റ്ററിന് ഒരു കാര്യം ഓർമ്മ വന്നത്. ഒരു ട്രെയിൻ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ആ ട്രെയിനിനെ എത്രയും പെട്ടെന്ന് തടയേണ്ടതായിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. ഉത്സവകാലമാണ്, ധാരാളമായി വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഭോപ്പാലിലേക്ക് എത്തിച്ചേരുന്നുമുണ്ട്. തീർച്ചയായിട്ടും ആ ട്രെയിൻ നിറയെ ആളുകൾ ഉണ്ടായിരിക്കും. ഗോരഖ്പൂർ എക്സ്പ്രസ് ആണ് അവിടേക്ക് എത്തിച്ചേരാൻ പോകുന്ന ട്രെയിന്. അവിടെ എത്തിച്ചേരാനായി ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. സ്റ്റേഷൻ മാസ്റ്റർ ഒട്ടും തന്നെ സമയം കളഞ്ഞില്ല. അദ്ദേഹം വേഗം തന്നെ തൊട്ടടുത്തുള്ള വിദിഷ സ്റ്റേഷനിലേക്ക് ഒരു മെസ്സേജ് അയക്കുകയുണ്ടായി. ഗോരഖ്പൂർ എക്സ്പ്രസ്സിനെ അവിടെ തടഞ്ഞു നിർത്തുക, ഇവിടേക്ക് കടത്തി വിടരുത്, ഇവിടെ വലിയ രീതിയിലുള്ള അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു മറുപടി വിദിഷയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ഗോരഖ്പൂർ എക്സ്പ്രസ് ഇപ്പോൾ ഇവിടെ നിന്നും യാത്ര ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇനി ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല. സ്റ്റേഷൻ മാസ്റ്ററിന് അതൊരു ഇടുത്തിയായിട്ടാണ് അനുഭവപ്പെട്ടത്. വളരെ വേഗം തന്നെ അദ്ദേഹം സ്വബോധത്തിലേക്ക് മടങ്ങിയെത്തി അവിടെ ഉണ്ടായിരുന്ന ഏതാനും ജീവനക്കാരെ വിളിച്ചു വരുത്തി. 4 പേരാണ് അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഇപ്പോൾ ഹാജരായിരിക്കുന്നത്. ആ 4 പേരോടായിട്ട് അദ്ദേഹം ഒരു ഓർഡർ കൊടുത്തു. അത് ശരിക്കും ഒരു അപേക്ഷയായിരുന്നു. വിദിഷ സ്റ്റേഷനിൽ നിന്നും ഗോരഖ്പൂർ എക്സ്പ്രസ് ഇവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അത് ഒരു കാരണവശാലും ഇവിടെ എത്തിച്ചേരാൻ പാടില്ല. നമുക്ക് അവരെ എന്തെങ്കിലും വിവരം അറിയിക്കാനുള്ള ഒരു സാഹചര്യവും ഇപ്പോൾ നിലവിലില്ല. ആകെയുള്ള മാർഗമെന്ന് പറയുന്നത് റെയിൽവേ ലൈനിലൂടെ യാത്ര ചെയ്ത് ആ ട്രെയിനിനെ തടയുക, സിഗ്നലുകൾ കാണിക്കുക. സിഗ്നൽ കണ്ട് തീർച്ചയായിട്ടും ലോക്കോ പൈലറ്റ് ട്രെയിൻ അവിടെ നിർത്തുന്നതാണ്. അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക. ഈ ഓർഡറാണ് ഈ 4 പേർക്കായിട്ട് കൊടുത്തത്. ആ 4 പേരും ആ ഓർഡർ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. അവർക്കറിയാം തങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു വലിയ ദൗത്യമാണെന്ന്. ഒരു ഡോക്ടറും നേഴ്സും ഒന്നും അല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് അപൂർവമായി ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ്. പക്ഷേ ഇവർക്ക് അവിടെ രക്ഷപ്പെടുത്താനുള്ളത് 1000-ലധികം വരുന്ന ആളുകളുടെ ജീവനാണ്. ആ അവസരം കൃത്യമായിട്ട് വിനിയോഗിച്ച് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി തന്നെ ഈ 4 പേരും തീരുമാനിക്കുകയാണ്. അവർ കയ്യിൽ റാന്തലുകൾ എടുക്കുന്നുണ്ട്. ആ റാന്തലുമായിട്ട് അവർ റെയിൽവേ ലൈനിലൂടെ അതിവേഗതയിൽ നടക്കുകയാണ്. അവർ നനഞ്ഞ തുണി കൊണ്ട് അവരുടെ മുഖം കൃത്യമായിട്ട് കെട്ടിവെച്ചിട്ടുണ്ട്. അതിലൂടെ തന്നെ ആ വിഷവാതകം അവരിലേക്ക് എത്തിച്ചേരുന്നില്ല എന്ന് ഉറപ്പ് വരുത്താനും അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊരു വിഫലമായിട്ടുള്ള ശ്രമമായിരുന്നു. പൂർണ്ണമായിട്ടും ആ വാതകത്തിൻ്റെ ശക്തിയെ കുറയ്ക്കാൻ
ഈ മാസ്കുകൾക്ക് സാധിക്കുന്നതല്ല. അതിൻ്റെ അളവിൽ ഒരു പരിധിവരെ കുറവ് വരുത്താൻ സാധിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും അവർ ശക്തമായ വേഗതയിൽ അവിടേക്ക് നടക്കാൻ തുടങ്ങി. ഓട്ടത്തിനും നടത്തത്തിനും ഇടയിലുള്ളൊരു വേഗതയിലാണ് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ പതിയെ പതിയെ അവരുടെ കണ്ണുകൾ ശക്തമായി നീറാൻ തുടങ്ങുന്നുണ്ട്. ശ്വാസം എടുക്കാനുള്ള പ്രയാസം അവർക്ക് നേരിടുന്നുണ്ട്. ഉള്ളിലേക്ക് ശ്വാസം എടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അവർക്കിപ്പോൾ കൂടുതൽ വേഗതയിൽ ഓടാൻ സാധിക്കുന്നില്ല. അല്പം മന്ദമായിട്ടുള്ളൊരു വേഗതയിൽ അവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ എപ്പോൾ വേണമെങ്കിലും ഇവിടെ എത്തിച്ചേരാം. അതവർക്കറിയാവുന്ന കാര്യമാണ്. കാരണം തൊട്ടടുത്തുള്ള സ്റ്റേഷൻ വളരെയധികം അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് ട്രെയിൻ പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. തങ്ങൾക്ക് ഇവിടം കൊണ്ട് ഈ ക്ഷീണം കൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ദൗത്യമല്ല ഇത്. തങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന 1000 ജീവനുകളാണ് ആ ട്രെയിനിലുണ്ടായിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ട്രെയിൻ തടയുക എന്നുള്ള ആവേശത്തോടു കൂടി തന്നെ അവർ അതിവേഗതയിൽ അവർക്ക് കഴിയുന്നത്ര ഊർജ്ജത്തോടു കൂടി തന്നെ മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിച്ച് ഒരു ഘട്ടം എത്തിയപ്പോൾ ഒട്ടും തന്നെ സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല എന്നൊരവസ്ഥയെത്തി. പലരും രക്തം ഛർദ്ദിക്കുന്നുണ്ട്. തങ്ങളെക്കൊണ്ട് ഇനി ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇനി ഇഴഞ്ഞു പോലും മുൻപോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നവർ മനസ്സിലാക്കി. ഇനിയുള്ള ഏക മാർഗം ഇവിടെ നിന്നുകൊണ്ട് ആ ട്രെയിനിൻ്റെ യാത്രയ്ക്ക് തടസ്സമുണ്ടാക്കുക. ട്രെയിൻ അടുത്തെത്തുമ്പോൾ ചുവന്ന റാന്തലുകൾ പ്രവർത്തിപ്പിച്ച് പൈലറ്റിനെ കാണിച്ചു കൊടുക്കുക. അവർ തീർച്ചയായിട്ടും ട്രെയിൻ നിർത്താതിരിക്കുകയില്ല. അങ്ങനെ ആ ട്രെയിൻ അവരുടെ അടുത്തേക്ക് പ്രവേശിക്കുകയാണ്. സകല ഊർജവും സംഭരിച്ചുകൊണ്ട് തന്നെ റെയിൽ പാളത്തിലേക്ക് അവർ എടുത്തു ചാടുകയാണ്. കയ്യിലുള്ള ചുവന്ന റാന്തൽ അവർ ഉയർത്തിപ്പിടിച്ചു. പക്ഷേ ആ ലോക്കോ പൈലറ്റിന് അത് എന്ത് സിഗ്നലാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ആ കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഒരു ലഹള സിഖുകാരുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. കാരണം അതിനു തൊട്ട് മുൻപാണ് ഇന്ദിരാഗാന്ധിയെ സിഖ് തീവ്രവാദികൾ വകവരുത്തിയത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റെബല്യൻ തന്നെ നാട്ടിൽ അരങ്ങേറുന്നുമുണ്ട്. ഇപ്പോൾ തൻ്റെ മുൻപിൽ കാണുന്നത് അത്തരത്തിലുള്ള ആളുകളുടെ എന്തെങ്കിലും പ്രതിഷേധമായിരിക്കുമെന്നാണ് അദ്ദേഹം കരുതിയത്. തൻ്റെ ട്രെയിനിലുള്ള 1000 പേരുടെ ജീവൻ രക്ഷപ്പെടുത്താനായിട്ട് മുൻപിലുള്ള ഏതാനും അക്രമി സംഘത്തെ വകവരുത്താൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. വകവരുത്തുക എന്നുള്ളതല്ല, ശരിക്കും പറഞ്ഞാൽ അതൊരു സെൽഫ് ഡിഫെൻസ് ആയിട്ട് തന്നെയാണ് ലോക്കോ പൈലറ്റുമാർ കരുതി പോരുന്നത്. അയാൾ ട്രെയിൻ നിർത്താതെ മുൻപോട്ട് തന്നെ ഓടിച്ചു. തങ്ങളുടെ മുൻപിൽ തങ്ങൾ കാണുന്നത് മരണമാണെന്ന് ആ 4 പാവങ്ങൾക്ക് വ്യക്തമായിരുന്നു. പക്ഷേ അവർക്ക് വേറെ മാർഗമില്ല. അവരവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നുമില്ല. അവിടെ നിന്നുകൊണ്ട് തങ്ങളുടെ ജീവൻ ആ 1000 പേർക്ക് വേണ്ടി ബലി കൊടുക്കാൻ അവർ തീരുമാനിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ ട്രെയിൻ അവരുടെ മുകളിലൂടെ കടന്നുപോയി. ആ 4 പേരും അപ്പോൾ തന്നെ മരണത്തിന് കീഴടങ്ങി. ഒട്ടും വൈകാതെ ആ ട്രെയിൻ സ്റ്റേഷനിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേരുകയാണ് ഉണ്ടായത്. സ്റ്റേഷൻ മാസ്റ്റർ ആ ശബ്ദം ഒരു ഞെട്ടലോടുകൂടി തന്നെയാണ് മനസ്സിലാക്കിയത്. താൻ അയച്ചിരിക്കുന്ന ആ 4 പേർ അവർക്കെന്തോ സംഭവിച്ചിട്ടുണ്ട്. അവർക്ക് കൃത്യമായിട്ട് ആ മിഷൻ നടപ്പിലാക്കാൻ സാധ്യമായില്ല. തൻ്റെ ആ 4 സുഹൃത്തുക്കൾ മരണമടഞ്ഞിരിക്കാം. പക്ഷേ തൻ്റെ മുൻപിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് 1000-ഓളം വരുന്ന ആളുകളാണ്. അവരുടെ ജീവനെങ്കിലും തനിക്ക് രക്ഷപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഉടൻ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ മൈക്കിലൂടെ അനൗൺസ് ചെയ്യുകയുണ്ടായി, ഇവിടെ വലിയ രീതിയിലുള്ള വിഷവാതകത്തിൻ്റെ ചോർച്ച സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആരും തന്നെ ട്രെയിനിന് വെളിയിലേക്ക് ഇറങ്ങാൻ പാടില്ല. ലോക്കോ പൈലറ്റിൻ്റെ പ്രത്യേക ശ്രദ്ധ, ട്രെയിൻ ഇവിടെ നിർത്തരുത്, മുൻപോട്ട് ശക്തമായ വേഗതയിൽ സഞ്ചരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഇത് സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ ഉത്തരവാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു PA അഡ്രസ്സിങ് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. സാധാരണഗതിയിലുള്ള ഒരു ഇൻസ്ട്രക്ഷൻ പോലെ തന്നെയാണ് അവരത് കേട്ട് മനസ്സിലാക്കിയത്. അത് കാര്യമായിട്ട് ശ്രദ്ധിക്കാതെ ട്രെയിനിലുണ്ടായിരുന്ന ആളുകൾ വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഗോരഖ്പൂർ എക്സ്പ്രസ്സിന് അവിടെ 30 മിനിറ്റ് നേരത്തെ ഒരു ഹാൾട്ട് ഉണ്ട്. ആ നിമിഷങ്ങൾ അവിടെ ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പല യാത്രക്കാരും ട്രെയിനിൽ തങ്ങളുടെ യാത്ര തുടർന്ന് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആ PA അഡ്രസ്സിങ് മുഖവിലേക്ക് എടുക്കാതെ വെളിയിലേക്ക് ഇറങ്ങുകയും ഭക്ഷണം കഴിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. പക്ഷേ അവർക്ക് ഭക്ഷണശാലകളിലേക്ക് എത്തിച്ചേരാൻ സാധ്യമായില്ല. അവിടെ ഇറങ്ങി അല്പനിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ദുർഗന്ധം മനസ്സിലാക്കാൻ അവർക്ക് സാധ്യമായി. അവരുടെ കണ്ണുകൾ നീറാൻ തുടങ്ങി. അവർ ശക്തമായിട്ട് വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സമയങ്ങളിലൊക്കെ സ്റ്റേഷൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ ഇത് കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് ആ സ്റ്റേഷൻ്റെ ഉള്ളിൽ ഇരിക്കാൻ സാധിക്കുമായിരുന്നില്ല. തൻ്റെ അനൗൺസ്മെൻറ്റ് കേട്ട് ആ ട്രെയിൻ യാത്ര തുടരുന്നില്ല എന്ന് വ്യക്തമായതോടുകൂടി തന്നെ വ്യക്തമായിട്ടുള്ള വേഗതയിൽ എത്രയും പെട്ടെന്ന് ഓടി ലോക്കോ പൈലറ്റിൻ്റെ അടുത്തെത്തി ഇവിടെ നിന്നും പോകാനുള്ള സിഗ്നൽ കൊടുക്കുക എന്ന് അദ്ദേഹം തീരുമാനിച്ചു.
അതിനുവേണ്ടി പച്ചക്കൊടിയുമായിട്ടാണ് അദ്ദേഹം ഓടുന്നത്. പക്ഷേ ഈ ഓടുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നത് ദാരുണമായിട്ടുള്ള അവസ്ഥകളാണ്. അവിടെ ധാരാളമായ ആളുകൾ പിടഞ്ഞ് മരിക്കുകയാണ്. നിരവധി ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. പോകുന്ന വഴിയിൽ പലരും അദ്ദേഹത്തിൻ്റെ കാലുകളിലും ദേഹത്തുമൊക്കെ കയറി പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തെ വീഴ്ത്തുക എന്നൊന്നുമല്ല അവരുടെ ലക്ഷ്യം. അവർക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല. എന്താണ് തങ്ങൾക്ക് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ തങ്ങളെ സഹായിക്കാൻ സാധിക്കുന്ന ഒരു ഗവൺമെൻറ് ഓഫീഷ്യലായിട്ടാണ് ഈ സ്റ്റേഷൻ മാസ്റ്ററെ പലരും കണ്ടത്. പക്ഷേ അവരെയൊക്കെ അവഗണിച്ച് മുന്നോട്ട് ഓടുക എന്നത് മാത്രമായിരുന്നു സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ ദൗത്യം. അദ്ദേഹത്തിന് അത് മാത്രമേ ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. അങ്ങനെ ഓടുമ്പോൾ പോലും അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ഒരു കാരണവശാലും നിങ്ങൾ ഇവിടെ നിൽക്കാൻ പാടില്ല. നിങ്ങളുടെ മുഖം എന്തെങ്കിലും തൂവാല കൊണ്ട് മറയ്ക്കുക. നനഞ്ഞ തൂവാലയാണെങ്കിൽ അത് കൂടുതൽ നല്ലത്. നിങ്ങൾ ട്രെയിനിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുക, വെളിയിലേക്ക് ഇറങ്ങാൻ പാടില്ല. ഈ ട്രെയിൻ യാത്ര തുടരാൻ പോവുകയാണ്. ഇങ്ങനെ വിളിച്ചു കൂവിക്കൊണ്ട് അദ്ദേഹം ശക്തമായ വേഗതയിൽ മുന്നിലേക്ക് പോയിക്കൊണ്ടിരുന്നു. മുന്നിലെത്തി ലോക്കോ പൈലറ്റിൻ്റെ അരികിലെത്തിയതിനു ശേഷം അദ്ദേഹം ചുവന്ന കുടി നിവർത്തി ആട്ടി. ലോക്കോ പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായിട്ടുള്ള ഒരു സിഗ്നലാണ്. ആ സിഗ്നൽ ഇപ്പോൾ നേരിട്ട് നൽകിയിരിക്കുന്നത് സ്റ്റേഷൻ മാസ്റ്റർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ തുടരാൻ സാധിക്കുന്നതല്ല, യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം ആ എൻജിൻ പ്രവർത്തിപ്പിച്ചു തുടങ്ങി. പതിയെ ആ ട്രെയിൻ അവിടെ നിന്നും ചലിച്ചു തുടങ്ങുകയാണ്. വെളിയിൽ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ആളുകൾ രക്ഷപ്പെടാൻ എന്നോണം ആ ട്രെയിൻ അവിടെ എത്തിച്ചേർന്നപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയിരുന്നു. അതിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങിയവർ ട്രെയിനിൻ്റെ യാത്ര കണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് തിരികെ കയറുന്നുമുണ്ട്. പക്ഷേ കുറച്ച് പേർക്കൊന്നും ഉള്ളിലേക്ക് കയറാൻ സാധിക്കുന്നില്ല. അവർ ശരിക്കും തളർന്നു പോയിരുന്നു. ഛർദ്ദിച്ച് അവശരായി അവർ ആ പ്ലാറ്റ്ഫോമിൽ തന്നെ കിടന്നുപോയി. ചില ആളുകളൊക്കെ തങ്ങളുടെ പ്രായമായിട്ടുള്ള അച്ഛനെയും അമ്മയും ഒക്കെ എടുത്തുകൊണ്ടാണ് ആ ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കയറി പറ്റുന്നത്. ട്രെയിൻ പതിയെ അവിടെ നിന്ന് യാത്ര ചെയ്ത് ആ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ കണ്ണിൽ നിന്നും അപ്രത്യക്ഷമാവുകയാണ്. അദ്ദേഹത്തിന് അത് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. ആ ട്രെയിനിലുള്ള നിരവധി ആളുകളെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധ്യമായി. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന് ഒരു കാര്യം ഉറപ്പില്ലായിരുന്നു, അവരെല്ലാവരും രക്ഷപ്പെടുമോ? കാരണം കുറേ അധികം നേരം അവരിവിടെ ഉണ്ടായിരുന്നു. ഇനി യാത്ര ചെയ്യേണ്ടതും ഈ വിഷവാതകങ്ങളുടെ ഉള്ളിലൂടെ തന്നെയാണ്. പക്ഷേ ഒരു 5 മിനിറ്റിന് ശേഷം അവർക്ക് ഈ അതിർത്തിയും കഴിഞ്ഞ് മുന്നിലേക്ക് എത്തിച്ചേരാനും രക്ഷപ്പെടാനും സാധ്യമാകുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ചിന്തകളൊക്കെ ശരിയായിരുന്നു. കുറേയധികം പേർ രക്ഷപ്പെട്ടു. പക്ഷേ ആ ട്രെയിനിലുണ്ടായിരുന്ന എല്ലാവർക്കും രക്ഷപ്പെടാൻ സാധ്യമായില്ല. ചില ആളുകൾക്കൊക്കെ ആഴ്ചകളോളം നരകിച്ച് ജീവിക്കേണ്ടി വന്നു. ചില ആളുകളൊക്കെ ആ നിമിഷം തന്നെ അല്ലെങ്കിൽ ആ ദിവസം തന്നെ മരണമടയുകയും ചെയ്തു. ചില ഗർഭിണികൾ ആ ട്രെയിനിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ആ ഗർഭിണികളുടെ അവസ്ഥയായിരുന്നു അതിദാരുണം. അവരുടെ ഗർഭം അലസിപ്പോയി. അത് ട്രെയിനിലുണ്ടായിരുന്ന ഗർഭിണികളുടെ മാത്രം അവസ്ഥയല്ല, ആ പ്രദേശത്ത് ഭോപ്പാൽ നഗരത്തിലുണ്ടായിരുന്ന ഗർഭിണികളുടെ അവസ്ഥയാണ്. ഗർഭസ്ഥാവസ്ഥയിൽ ഉണ്ടായിരുന്ന ആ സ്ത്രീകൾ കുറേ അധികം പേർ മരണത്തിന് കീഴടങ്ങി. കുറേ പേരൊക്കെ അതിനെ അതിജീവിച്ചു. പക്ഷേ അബോർഷനായിരുന്നു മിക്കവർക്കും സംഭവിച്ചത്. എന്നാൽ ചിലവരൊക്കെ പ്രസവിച്ചവരൊക്കെ ചാപിള്ളയാണ് പ്രസവിച്ചത്. എന്നാൽ അതിനെയും ജീവിച്ച മിടുക്കരായിട്ടുള്ള കൊച്ചു കുട്ടികളുണ്ടായിരുന്നു. ആ കൊച്ചു കുട്ടികൾക്ക് ഭൂമിയിലേക്ക് പിറന്നു വീഴാനുള്ള ഒരു അവസരമുണ്ടായി. ആ അമ്മമാർക്ക് ആ കുഞ്ഞുങ്ങളെ കിട്ടി. പക്ഷേ പൂർണ്ണമായിട്ടുള്ള ആരോഗ്യ അവസ്ഥയിൽ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളായിരുന്നില്ല അവർ. അവർക്കൊക്കെ വൈകല്യങ്ങളുണ്ടായിരുന്നു. നേരെ നിവർന്നൊന്നും നിൽക്കാൻ പോലും സാധിക്കാത്ത കുട്ടികളായിരുന്നു. കൈ ഉയർത്തി ഒരു വസ്തു എടുക്കാൻ പോലും സാധിക്കാത്ത കുട്ടികളായിരുന്നു. അപൂർവമായിട്ടുള്ള രോഗങ്ങളുമായിട്ട് അവർ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുകയായിരുന്നു. ആ കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യരാണ്. പക്ഷേ അവരെ ഇത്തരത്തിൽ വൈകല്യമുള്ള ആളുകളാക്കി മാറ്റിയിരിക്കുന്നതും മനുഷ്യർ തന്നെയാണ്. മനുഷ്യൻ്റെ ആർത്തി കാരണമാണ്. മനുഷ്യന് കൂടുതൽ പണം സമ്പാദിക്കാനുള്ള ഒരു സ്രോതസ് എന്നവണ്ണമാണ്. അതിനെല്ലാം ഉപരിയായിട്ട് നമ്മുടെ സർക്കാർ തന്നെ ഈ നാടിനെ വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ്. മരണം അല്ലെങ്കിൽ ഒരു ജീവൻ്റെ വില, അത് ഈ സർക്കാരിന് ഒരു വിലയേ അല്ല എന്നുകൂടി ആവർത്തിച്ച് പറയുന്ന ഒരു ദിവസം കൂടിയായിരുന്നു അത്. പക്ഷേ ഈ കൂട്ടർ മാത്രമല്ല മനുഷ്യരിൽ തന്നെ ഒരു വിഭാഗം ക്രൂരനായിട്ടുള്ള മൃഗത്തിൻ്റെ മുഖമുള്ള മനുഷ്യരാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പുറമേ നമുക്ക് ആ മുഖം കാണാൻ സാധിക്കുകയില്ല, പക്ഷേ ഉള്ളിൽ ആ മുഖം ഒളിഞ്ഞിരിപ്പുണ്ട്. എന്നാൽ അവർ മാത്രമല്ല മനുഷ്യരെന്ന് കൂടി തെളിയിക്കുന്ന ഒരു രാത്രിയായിരുന്നു അത്. മാലാഖയുടെ മനസ്സുള്ള മനുഷ്യരും അവിടെ ഉണ്ടായിരുന്നു. ആ ഭോപ്പാൽ നഗരത്തിൽ നിന്നും വളരെയധികം അകലെ ഉണ്ടായിരുന്ന മനുഷ്യരുണ്ടായിരുന്നു. അവരവിടെ സേഫ് ആയിരുന്നു. അവർ ഭോപ്പാലിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ
അവർക്ക് മരണം വരിക്കേണ്ടി വരുമെന്ന് വ്യക്തമായിട്ട് അവർക്ക് ധാരണയുണ്ടായിരുന്നു. പക്ഷേ ആ ധാരണയെ അവഗണിച്ചുകൊണ്ട് ഏതായാലും റെയിൽവേ ജീവനക്കാർ ട്രെയിനുകളിലേറി ഈ ഭോപ്പാൽ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുകയാണ്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് എത്തിച്ചേർന്നവരിൽ നിരവധി ഡോക്ടർമാരുണ്ടായിരുന്നു, നഴ്സുമാരുണ്ടായിരുന്നു, മറ്റ് ജീവനക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തങ്ങളുടെ സുഹൃത്തുക്കളെ, തങ്ങളുടെ സഹോദരിമാരെ രക്ഷപ്പെടുത്തുക, അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയായിരുന്നു. അവരുടെ പക്കൽ ഭക്ഷണമുണ്ടായിരുന്നു, മരുന്നുകളുണ്ടായിരുന്നു. അതുമായിട്ട് അവർ ആ ഒരു ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുകയാണ്. ഈ സമയത്ത് ആശുപത്രികളിലൊക്കെ വലിയ തിരക്കാണ്. ഏതാനും ആശുപത്രികൾ മാത്രമേ ഉള്ളൂ. ആ ആശുപത്രികൾ നിറയെ ഇപ്പോൾ പേഷ്യൻസ് ആണ്. അവർക്കെല്ലാവർക്കും ഒരേ രീതിയിലുള്ള അസ്വസ്ഥതകൾ തന്നെയാണ്. അവർക്ക് യൂണിയൻ കാർബൈഡിൽ നിന്നുണ്ടായിട്ടുള്ള വിഷവാതകം ശ്വസിച്ചതിലൂടെയാണ് ഈ അസുഖം സംഭവിച്ചതെന്ന് വ്യക്തമായിട്ട് ഡോക്ടേഴ്സിന് ധാരണയുണ്ടായിരുന്നു. പക്ഷേ എന്ത് മരുന്നാണ് ഇതിന് കൊടുക്കേണ്ടതെന്ന് അവർക്കറിയുകയില്ല. MIC എന്നുള്ള ഒരു വിഷവാതകത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് ശ്വസിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ശരിക്കും ഇവർക്ക് ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അത് ശ്വസിക്കേണ്ടി വരുമെന്ന് ഇവർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുള്ള പ്രതിവിധി എന്താണെന്ന് പോലും ഇവർക്ക് അറിയുകയില്ലായിരുന്നു. അതറിയാൻ വേണ്ടി ഇവർ യൂണിയൻ കാർബൈഡ് കമ്പനിയിലേക്കും അതിൻ്റെ അതോറിറ്റിയിലേക്കുമൊക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട്. സർക്കാർ തലത്തിൽ തന്നെ ഇത്തരത്തിൽ വിളിച്ചു ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിന് വേണ്ട പ്രതിവിധികൾ പറഞ്ഞു കൊടുക്കാൻ കമ്പനി കൂട്ടാക്കുന്നില്ല. അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ തങ്ങൾ ചെയ്തിരിക്കുന്നത് ഒരു വലിയ വിപത്താണെന്നുള്ള ധാരണ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. പിന്നീട് കോടതിയിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നൊക്കെയാണ് യൂണിയൻ കാർബൈഡ് കമ്പനി ഈ ഘട്ടത്തിൽ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഡോക്ടേഴ്സിനും നഴ്സുമാർക്കും ഒരു മാർഗവും തങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അവർക്ക് ആകെ ചെയ്യാനുണ്ടായിരുന്നത് ലക്ഷണങ്ങൾക്കുള്ള ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ്. കണ്ണ് നീറുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള ചില മരുന്നുകളുണ്ട്, ചില തുള്ളി മരുന്നുകളുണ്ട്. കണ്ണിദീനമൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ണിൽ ഉപയോഗിക്കുന്ന, കണ്ണിനൊരു ആശ്വാസം നൽകുന്ന ഒരു മരുന്ന് മാത്രമാണ്. ആ മരുന്ന് കൊടുത്തുകൊണ്ട് ഇവരുടെ ജീവൻ രക്ഷപ്പെടുത്താനൊന്നും സാധിക്കുന്നതല്ല. പക്ഷേ കണ്ണിന് അല്പം ആശ്വാസം പകരാൻ അവർക്ക് സാധിക്കും. ഇത്തരത്തിൽ ധാരാളമായിട്ട് തുള്ളി മരുന്നുകൾ അവർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനു പുറമെ ശ്വാസതടസ്സം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വെന്റിലേറ്റർ സംവിധാനം ഒരുക്കുന്നുണ്ട്. പക്ഷേ എത്ര വെന്റിലേറ്റർ സംവിധാനം ഒരുക്കാൻ സാധ്യമാകും? അവിടെ വെന്റിലേറ്റർ ആവശ്യമുള്ളത് 10,000-കണക്കിന് ആളുകളാണ്. എന്നാൽ ഉള്ളത് വിരലിലെണ്ണാവുന്ന മാത്രം. അതുകൊണ്ട് തന്നെ കഴിവതും അവർ ഈ വെന്റിലേറ്റർ സംവിധാനം കൊടുക്കുന്നത് കൊച്ചു കുട്ടികൾക്കാണ്. അവരുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ അവർക്ക് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ. കുറേ ആളുകളൊക്കെ മരണത്തിന് കീഴടങ്ങുന്നത് ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും കണ്ടുകൊണ്ടിരിക്കാൻ മാത്രമേ സാധ്യമായിട്ടുള്ളൂ. മനുഷ്യർ മാത്രമല്ല ഈ നരകയാതനയിലൂടെ കടന്നു പോകുന്നത്. ആ പ്രദേശത്തുണ്ടായിരുന്ന സകല ജീവജാലങ്ങൾക്കും ഈ നരകം തന്നെയാണ് അനുഭവിക്കേണ്ടി വരുന്നത്. പക്ഷികൾ അതിലുണ്ട്, എലികൾ അതിലുണ്ട്, പാമ്പുകൾ അതിലുണ്ട്, കന്നുകാലികളൊക്കെ അതിലുണ്ട്. എല്ലാവരും ഒരേപോലെ നരകത്തിലൂടെ കടന്നു പോകുന്നു. ഈ സമയത്ത് റെയിൽവേ സ്റ്റേഷനിലും ധാരാളം ഡോക്ടേഴ്സ് എത്തിച്ചേരുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ഡോക്ടറാണ് ഡോക്ടർ സർക്കാർ. ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷിക്കാനുള്ള പ്രയത്നത്തിലാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും. ഒരുപാട് ദാരുണമായിട്ടുള്ള കാഴ്ചകളാണ് അദ്ദേഹത്തിന് അവിടെ കാണാൻ സാധിക്കുന്നത്. ഒരമ്മ അവിടെ മരണമടഞ്ഞ് കിടക്കുകയാണ്. മുലയൂട്ടുന്ന അമ്മയാണ്. ആ അമ്മയുടെ അരികെ പറ്റിപ്പിടിച്ച്, ആ ചൂട് പറ്റിപ്പിടിച്ച് ഒരു കൊച്ചു കുട്ടിയുമുണ്ട്. തൻ്റെ അമ്മ മരിച്ചു എന്നുള്ള സത്യം മനസ്സിലാക്കാൻ സാധിക്കാതെ വിശന്ന് പൊരിയുന്ന ഒരു കൊച്ചു കുഞ്ഞ്. ആ കുഞ്ഞിൻ്റെ കണ്ണ് കലങ്ങുന്നുണ്ട്. വിശപ്പ് കാരണമുണ്ടാകുന്ന കരച്ചിലാണ്. അതിനോടൊപ്പം തന്നെ ഈ ദുർഗന്ധം സഹിക്കാൻ വയ്യാതെയുള്ള കരച്ചിലാണ്. കണ്ണുകൾ നീറുന്നുണ്ടായിരിക്കും ആ കുട്ടിയുടേത്. ശ്വാസമെടുക്കാനുള്ള പ്രയാസം ആ കുട്ടിക്കുണ്ടായിരിക്കും. അതിനൊപ്പം തന്നെ ആ കുട്ടിക്ക് വിശപ്പുണ്ട്. ആ കുട്ടി ആ അമ്മയുടെ മാറിടത്തിൽ നിന്നും പാല് വലിച്ചു കുടിക്കുകയാണ്. ഈ ദാരുണമായിട്ടുള്ള കാഴ്ച അദ്ദേഹം കാണുകയാണ്. സഹിക്കാൻ പറ്റാത്തത്ര കാഴ്ച. ഇത്തരത്തിൽ അനവധി കാഴ്ചകൾ തൻ്റെ മുൻപിലൂടെ കടന്നു പോവുകയാണ്. ആളുകൾ നിലവിളിച്ച് കരയുകയാണ്. തനിക്കും അത്തരത്തിലുള്ള അവസ്ഥകൾ തന്നെയാണ് നേരിടേണ്ടി വരുന്നത്. പക്ഷേ ആ അവസ്ഥയും അവഗണിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാഴ്ചയും അവിടെ കാണാൻ സാധിക്കും. നിരവധി രക്ഷാപ്രവർത്തകർ അവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. പക്ഷേ അവരെത്തിച്ചേരുന്നത് ഒരു വലിയ കുഴിയിലേക്കാണ്. അവർക്ക് പോലും രക്ഷപ്പെടാൻ സാധിക്കാത്ത ഒരു വലിയ കുഴിയിലേക്കാണ്. മാധ്യമപ്രവർത്തകർ അവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഈ കാഴ്ചകൾ ലോകത്തെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അത് അവരുടെ ജോലിയാണ്. കാരണം നാളെ ഈ കമ്പനി പറയുകയാണ് ഇത്തരത്തിലുള്ളൊരു വിപത്ത് അവിടെ സംഭവിച്ചിട്ടില്ല എന്ന്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷേ നമ്മുടെ ഗവൺമെൻറ് പോലും അത് തന്നെ വിശ്വസിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. കാരണം പണം സാധാരണക്കാരൻ്റെ കയ്യിലല്ല ഉള്ളത്, അത് ഈ വലിയ കമ്പനികളുടെ കയ്യിലാണുള്ളത്.
സർക്കാരിന് ചിലതൊക്കെ കണ്ണടക്കേണ്ടി വരുന്നതാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ഫോട്ടോകൾ, ഇത്തരത്തിലുള്ള വീഡിയോ ദൃശ്യങ്ങൾ അതൊരിക്കലും കളവ് പറയുകയില്ല. നിരവധി മാധ്യമപ്രവർത്തകർ അവിടേക്ക് എത്തിച്ചേരുകയും തൻ്റെ ജീവൻ പോലും അവഗണിച്ചുകൊണ്ട് ഈ ദാരുണമായിട്ടുള്ള ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഏതാനും ദൃശ്യങ്ങളാണ് നിങ്ങളിവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദാരുണമായിട്ടുള്ള പല സംഭവങ്ങളും അവിടെ സംഭവിക്കുന്നുണ്ട്. മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. അവർ ഏതാണ്ട് മരിച്ച അവസ്ഥയിൽ തന്നെയാണ് കിടക്കുന്നത്. അവരെ രക്ഷിക്കാനായിട്ട് കൃത്രിമമായിട്ട് ശ്വാസം കൊടുക്കുന്ന കൊച്ചു കുട്ടികളുണ്ട്. 10ഉം 15ഉം വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികൾ. ഡോക്ടർ സർക്കാർ കാണുന്നുണ്ട് തൻ്റെ മുൻപിൽ ഇത്തരത്തിൽ കൃത്രിമ ശ്വാസം കൊടുക്കുന്ന ഒരു കൊച്ചു കുട്ടിയെ. പക്ഷേ ആ കുട്ടിക്ക് അറിയുകയില്ല ആ കുട്ടി സ്വയം ഒരു മരണത്തിലേക്ക് യാത്ര ചെയ്യുകയാണെന്ന്. കാരണം ഇങ്ങനെ കൃത്രിമ ശ്വാസം കൊടുക്കുമ്പോൾ ആ മരണമടയുന്ന അല്ലെങ്കിൽ മരണത്തിലേക്ക് പ്രവേശിക്കുന്ന ആ വ്യക്തിയുടെ ചുണ്ടിലും മുഖത്തുമൊക്കെ ആയിട്ട് ഈ വിഷവാതകത്തിൻ്റെ അവശേഷിപ്പുകളുണ്ട്. ഇങ്ങനെ ശ്വാസം കൊടുക്കുന്നതിലൂടെ നേരിട്ട് ആ വിഷവാതകം ആ കുട്ടിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഡോക്ടർ സർക്കാരിൻ്റെ മുൻപിൽ വെച്ച് തന്നെ ഇത്തരത്തിൽ നിരവധി കൊച്ചു കുട്ടികൾ മരണമടയുന്നുണ്ട്. 15 വയസ്സോളം പ്രായമുള്ളവർ അവർ രക്ഷാപ്രവർത്തനത്തിലാണ്. രക്ഷാപ്രവർത്തനത്തിലൂടെ അവർ മരണത്തിന് കീഴടങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഭോപ്പാൽ പതിയെ ശാന്തതയിലേക്ക്. ഭോപ്പാലിൻ്റെ അന്തരീക്ഷത്തിൽ വ്യാപിച്ചിരുന്ന വിഷവാതകം പതിയെ കെട്ടടങ്ങാൻ തുടങ്ങി. അത് പതിയെ അന്തരീക്ഷത്തിൽ ലയിച്ച് ഇല്ലാതെയാകാൻ തുടങ്ങി. 5 ppm താഴേക്ക് അത് എത്തിച്ചേർന്നു. നമുക്ക് ധൈര്യമായി ശ്വസിക്കാൻ സാധിക്കുന്ന ഒരു വായുവായി ഭോപ്പാൽ പിന്നീട് മാറി. പക്ഷേ അത് മാറിക്കഴിഞ്ഞപ്പോഴേക്കും ആ നഗരം മുഴുവനും ശവശരീരങ്ങൾ കെട്ടിക്കിടക്കാൻ തുടങ്ങി. പല ട്രക്കുകളും ലോറികളുമൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഈ ശവശരീരം പൊതുനിരത്തിൽ നിന്നും നീക്കം ചെയ്തത്. പുഴയുടെ വളരെ അരികിലുണ്ടായിരുന്ന ശവശരീരങ്ങളെയൊക്കെ കോരിയെടുത്ത് ഈ പുഴയിലേക്ക് തന്നെ തള്ളുകയാണ് ചെയ്തത്. അതിൽ ചിലർക്കൊക്കെ പാതി ജീവൻ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. കാരണം ആശുപത്രിയിൽ തന്നെ ചിലർ മരണമടഞ്ഞു എന്ന് തീർപ്പ് കൽപ്പിച്ചിട്ടുള്ള ആളുകൾ ഇടയ്ക്ക് ഞെട്ടി ഉണരുന്നതായിട്ട് പോലും ഡോക്ടർമാർ കാണുകയുണ്ടായി. അവർക്ക് അവരുടെ കണ്ണുകളെ പോലും വിശ്വസിക്കാൻ സാധ്യമായില്ല. തങ്ങൾ പൾസ് ചെക്ക് ചെയ്ത് മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതാണ്. പക്ഷേ ആ വ്യക്തി ഇപ്പോൾ ചാടി എഴുന്നേറ്റിരിക്കുന്നു. എന്ത് മാരകമായിട്ടുള്ള വിഷമാണ് ശരീരത്തിലൂടെ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ശരീരത്തെ മനുഷ്യനല്ലാതാക്കി മാറ്റിയിരിക്കുകയാണെന്ന് പോലും ആ ഡോക്ടേഴ്സിന് ചിന്തിക്കാൻ സാധിച്ചു. ഇത്തരത്തിൽ ധാരാളമായി ശവശരീരങ്ങൾ പുഴയിലേക്ക് ഒഴുക്കി വിടുന്നുണ്ട്. കാരണം അവിടെ ഈ ശവശരീരങ്ങൾ ഇനി കെട്ടിക്കിടക്കാൻ പാടില്ല. അത് കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ഇനിയും മാരകമായിട്ടുള്ള അസുഖങ്ങളായിരിക്കും അവിടെ വ്യാപിക്കുക. ചീഞ്ഞളിഞ്ഞ ശവശരീരങ്ങൾ ഒരുപാട് അസുഖങ്ങൾക്ക് കാരണമായി മാറുന്നതാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ തലത്തിൽ തന്നെ ഇത്തരത്തിൽ ശവശരീരങ്ങൾ നീക്കം ചെയ്യാനുള്ള ഉത്തരവുകൾ ലഭ്യമാവുകയുണ്ടായി. എല്ലാ ശവശരീരങ്ങളും ഇത്തരത്തിൽ പുഴയിൽ ഒഴുക്കി വിടുന്നില്ല. ചിലതൊക്കെ കൂട്ടമായിട്ട് മറവ് ചെയ്യുന്നുമുണ്ട്. പലരെയും ഡിറ്റക്റ്റ് ചെയ്യാൻ സാധ്യമായി. പക്ഷേ പലരെയും തിരിച്ചറിയാൻ പോലും സാധിക്കുന്നില്ല. തിരിച്ചറിയാൻ പോലുമുള്ള സമയം അവിടെ അവശേഷിക്കുന്നില്ല എന്നതാണ് വാസ്തവം. പ്രധാനമായിട്ടും തിരിച്ചറിയണമെങ്കിൽ വേണ്ടപ്പെട്ട ആളുകൾ കൂടി അവിടെ ഉണ്ടായിരിക്കണ്ടേ. ഒരു കുടുംബം മുഴുവനുമാണ് ഇല്ലാതെ ആയിരിക്കുന്നത്. അതുകൊണ്ട് പല ശവശരീരങ്ങളും കൂട്ടമായിട്ട് മറവ് ചെയ്യുകയാണ്. ഒരു വശത്ത് മുസ്ലിം ആചാരപ്രകാരം, ക്രൈസ്തവ ആചാരപ്രകാരമുള്ള മറവുകൾ നടക്കുന്നു. മറുഭാഗത്ത് അഗ്നിക്കിരയാക്കുന്നു ഹൈന്ദവ ആചാരപ്രകാരമുള്ള മറവ് സംഭവിക്കുന്നു. അഗ്നിക്കിരയാക്കപ്പെടുന്നവർ അല്ലെങ്കിൽ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് അകപ്പെട്ടു പോകുന്നവർ, അങ്ങനെ മറവ് ചെയ്യപ്പെടുന്ന ആളുകൾ, അതിൽ എല്ലാവരും മരണമടഞ്ഞിട്ടുണ്ടാവുകയില്ല. കുറച്ചു പേരെങ്കിലും പാതി ജീവനോടുകൂടിയായിരിക്കും മരണമടഞ്ഞത്. അവിടെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല എന്നതാണ് സത്യം. മനുഷ്യന് ഒന്നും ചെയ്യാൻ സാധിക്കാതെ പോകുന്ന നിസ്സഹായമായിട്ടുള്ള ചില അവസ്ഥകളുണ്ട്. അത്തരത്തിലുള്ള ഒരു ദുസ്സഹമായിട്ടുള്ള അവസ്ഥയായിരുന്നു അത്. ആളുകൾ നരകയാതനയിലൂടെ കടന്നു പോകുന്ന ആ സമയത്ത് യൂണിയൻ കാർബൈഡ് കമ്പനിയിലെ അതോറിറ്റി, അവിടുത്തെ ജീവനക്കാർ, സാധാരണ ജീവനക്കാരല്ല, ഉയർന്ന തലത്തിലുള്ള ജീവനക്കാർ, അവർ മറ്റൊരു കെട്ടുകഥ അവിടെ സൃഷ്ടിക്കുകയായിരുന്നു. ആ കാലഘട്ടത്തിൽ സിഖ് കലാപം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. സിഖ് കലാപകാരികൾ യൂണിയൻ കാർബൈഡ് കമ്പനിയെ അട്ടിമറിക്കുകയും അവിടെ വാതക ചോർച്ച ഉണ്ടാക്കുകയും ചെയ്യുകയായിരുന്നു എന്നാണ് കമ്പനി പ്രചരിപ്പിക്കുന്ന കഥ. ഇത് കേട്ട് അവിടെ വലിയൊരു വർഗീയ ലഹള കൂടി നടക്കേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഒരു ലഹള നടക്കേണ്ട അല്ലെങ്കിൽ നടത്തേണ്ട അവസ്ഥയിലായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്ന ആളുകൾ. അവർക്ക് ഒന്നിനും തന്നെ വയ്യ. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സിഖുകാരും മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും എല്ലാം മനുഷ്യരാണ്. വേദന അനുഭവിക്കുന്ന, നരകിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ മാത്രമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള കലാപമൊന്നും അപ്പോൾ സംഭവിക്കുന്നില്ല.
പിന്നീട് ഡിസംബർ 7-നാണ് കമ്പനിയുടെ ചുമതലയുള്ള വാരൻ ആൻഡേഴ്സൺ ഇന്ത്യയിൽ എത്തിച്ചേരുന്നത്. ഈ സംഭവ വികാസങ്ങൾ നടക്കുമ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഡിസംബർ 7-ന് ഇവിടെ എത്തിച്ചേരുകയും അപ്പോൾ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. നിബന്ധനയോടുകൂടി തന്നെ അദ്ദേഹത്തിന് ജാമ്യം ലഭ്യമാകുന്നുണ്ട്. രാജ്യം വിട്ടുപോകാൻ, പ്രത്യേകിച്ചും ആ ഭോപ്പാൽ നഗരം തന്നെ വിട്ടുപോകാനുള്ള അനുമതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോഴത്തെ മധ്യപ്രദേശ് ചീഫ് മിനിസ്റ്ററായ അർജുൻ സിംഗ്, ആ അർജുൻ സിംഗിൻ്റെ നിർദ്ദേശമനുസരിച്ച് അദ്ദേഹത്തിന് വാരൻ ആൻഡേഴ്സന് അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു അവസരമുണ്ടാകുന്നുണ്ട്. പിന്നീട് പലരുടെയും വെളിപ്പെടുത്തലിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാജീവ് ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ആൻഡേഴ്സന് രാജ്യം വിട്ടു പോകാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്തതെന്നാണ്. രാജീവ് ഗാന്ധിയുടെ വളരെ അടുത്ത ഒരു സുഹൃത്താണ് ആദിൽ ഷേഖർ. ആദിൽ ഷേഖർ ഈ സമയത്ത് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഒരു തടവ് പുള്ളിയായിട്ട് കഴിഞ്ഞു പോവുകയായിരുന്നു. അപ്പോൾ ആദിൽ ഷെഹറിനെ വിട്ടുകിട്ടാൻ വേണ്ടി ആൻഡേഴ്സനെ അമേരിക്കയ്ക്ക് കൈമാറുകയായിരുന്നു എന്നും സുഷമ സ്വരാജിനെ പോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ വാർത്തകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് മടങ്ങിപ്പോയിട്ടുള്ള ആൻഡേഴ്സൺ പിന്നീട് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് പിന്നീട് സുഖകരമായിട്ടുള്ളൊരു ജീവിതം ആസ്വദിക്കാൻ പോലും സാധ്യമായി. ഒടുവിൽ 2014 തൻ്റെ 92ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്നത്. അതും സ്വാഭാവികമായിട്ടുള്ള ഒരു മരണം. പക്ഷേ അദ്ദേഹം കാരണം ഇന്ത്യയിൽ മരണമടഞ്ഞത് 15,000 പേരാണ്. നേരിട്ടും അല്ലാതെയും യാതനകളിലൂടെ നരകിച്ച് ജീവിച്ചവർ 5 ലക്ഷം പേരാണ്. ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ അദ്ദേഹത്തെ രക്ഷപ്പെടാനുള്ള ഒരു വഴി ഒരുക്കി കൊടുത്തു. ഇന്ത്യൻ ഗവൺമെൻറ്റിന് തന്നെ ഇന്ത്യക്കാരുടെ ജീവന് ഒരു വില പോലുമില്ല. ഒരു ജീവൻ്റെ വില പോലും അമൂല്യമാണ്. ആ ജീവൻ്റെ പ്രാധാന്യം എത്രമാത്രമുണ്ടെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. നമ്മളെല്ലാവരും പലരുടെയും മരണങ്ങൾ കണ്ടു വളർന്നതാണ്. ഓരോ മരണം സംഭവിക്കുമ്പോഴും അത് നമ്മളെയും ആ മരിച്ച ആളുടെ വേണ്ടപ്പെട്ടവരെയും ഏതൊക്കെ രീതിയിലാണ് ബാധിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് ധാരണയുള്ളതാണ്. ഇവിടെ മരണമടഞ്ഞിരിക്കുന്നത് 15,000 പേരാണ്. നരകിച്ച് കഴിയുന്നവർ 5 ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകളാണ്. ഈ ഇന്ത്യക്കാരുടെ എല്ലാം ഉടമകളായിട്ടുള്ള ഇന്ത്യയുടെ സർക്കാർ, ആ സർക്കാരിന് ഒരു വേദനയുമില്ലേ? അവരുടെയൊക്കെ ഹൃദയം കല്ലുകൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണോ? വിചാരണ നടക്കുകയുണ്ടായി. ആൻഡേഴ്സൺ ഇവിടെ നിന്നും രക്ഷപ്പെട്ടുവെങ്കിലും 4 വർഷം തുടർച്ചയായിട്ട് യൂണിയൻ കാർബൈഡ് കമ്പനിക്കെതിരെയുള്ള വിചാരണ ഇവിടുത്തെ കോടതിയിൽ തന്നെ നടക്കുകയുണ്ടായി. 4 വർഷം നീണ്ടുനിന്ന വിചാരണയ്ക്കൊടുവിൽ 47 കോടി അമേരിക്കൻ ഡോളറിൻ്റെ നഷ്ടപരിഹാരം യൂണിയൻ കാർബൈഡ് കമ്പനി ഇന്ത്യക്ക് നൽകണമെന്ന് ഉള്ള ഒരു വിധിയാണ് ഉണ്ടാകുന്നത്. ഈ പൈസ അത്രയും തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റിലേക്ക് ലഭ്യമാവുകയും ചെയ്തു. പിന്നീട് 2010 നടന്ന മറ്റൊരു വിധി അനുസരിച്ച് ഇതിന് കാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള യൂണിയൻ കാർബൈഡിൻ്റെ ഉയർന്ന ചുമതലകൾ വഹിച്ചിരുന്ന 8 ജീവനക്കാരെ 2 വർഷത്തേക്ക് ശിക്ഷിക്കുകയും ചെയ്തു. അതിനു പുറമെ 1,70,000 രൂപയുടെ നഷ്ടപരിഹാരവും കോടതി വിധിക്കുകയുണ്ടായി. പക്ഷേ ആൻഡേഴ്സൺ അതിൽ നിന്നുമൊക്കെ രക്ഷപ്പെട്ട് സുഖകരമായി തന്നെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ കഴിഞ്ഞുപോയി. ഇത്രയധികം നഷ്ടപരിഹാരം ലഭ്യമായിട്ടുണ്ടെങ്കിൽ പോലും ആ പൈസ നേരിട്ട് ആളുകളിലേക്ക് എത്തിച്ചേരുകയായിരുന്നില്ല. അങ്ങനെ എത്തിക്കാനും സാധിക്കുകയില്ല. കാരണം അവിടെ കേസ് വാദിച്ചത് അല്ലെങ്കിൽ ഇത്രയും ആളുകളുടെ കക്ഷിയായിട്ട് നിന്നിരിക്കുന്നത് ഇന്ത്യൻ ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ പൈസ ഇന്ത്യൻ ഗവൺമെൻറ്റിനാണ് ലഭ്യമായത്. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ജോലിയാണ് ഇത് കൃത്യമായിട്ട് അർഹരായിട്ടുള്ള എല്ലാ ആളുകളിലേക്കും വീതം വെച്ച് കൊടുക്കുക എന്നുള്ളത്. പക്ഷേ അത് കൃത്യമായിട്ട് വീതം വെച്ചിട്ടുണ്ടോ? ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത് അത് സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും അതെല്ലാം ഭരിക്കുന്നത് രാഷ്ട്രീയക്കാരാണ്. പക്ഷേ എല്ലാ പാർട്ടികൾക്കും ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് കറപ്ഷനാണ്, മറ്റൊന്ന് സ്വജനപക്ഷപാതമാണ്. തങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾക്കായിരിക്കും ഈ പണം വീതം വെച്ച് കൊടുക്കുക. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. അവിടെ തന്നെ പല പാർട്ടിയിൽപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പല പാർട്ടികളുടെയും ഭാഗമായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അവർക്കാണ് പ്രധാനമായിട്ടും ഈ പണം വീതം വെച്ചത്. ശരിക്കും അർഹരായിട്ടുള്ള ആളുകളിലേക്കും ഈ പണം അങ്ങനെ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ എല്ലാവരിലേക്കും അങ്ങനെ എത്തിച്ചേർന്നിട്ടില്ല. വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള നിരവധി ആളുകളുണ്ട്. ചില അമ്മമാരുണ്ട്, അവരുടെ കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് വൈകല്യമാണുള്ളത്, അവർക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ സാധിക്കുന്നതല്ല. ആ അമ്മമാരുടെ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ അവരുടെ അച്ഛന്മാർ അല്ലെങ്കിൽ അവരുടെ അമ്മമാരൊന്നും ജീവിച്ചിരിക്കുന്നില്ല. അവരെല്ലാം മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. അവരൊക്കെ പിന്നെ എങ്ങനെയാണ് ജീവിക്കുക? അവർക്കാണ് ഈ നഷ്ടപരിഹാരം ലഭ്യമാകേണ്ടത്, അവർക്കും കൂടിയാണ്. പക്ഷേ അവരിലും പലർക്കും പണം ലഭ്യമായില്ല. കിട്ടിയതൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള പൈസയാണ്. ചിലർക്ക് 15,000 20,000 ഒക്കെ രൂപ മാത്രമാണ് ലഭ്യമായത്.
ചിലർക്ക് കൃത്യമായിട്ടുള്ള പണം ലഭ്യമായിട്ടുമുണ്ട്. പക്ഷേ കണക്കുകൾ പറയുന്നത് ഒട്ടും തന്നെ ചിലവഴിക്കാത്ത 150 കോടി രൂപ ഇപ്പോഴും സർക്കാരിൻ്റെ ഖജനാവിൽ അവശേഷിക്കുന്നുണ്ട് എന്നതാണ്. പെൻഷൻ ഏർപ്പാടാക്കിയിരുന്നു, പക്ഷേ വളരെ തുച്ഛമായിട്ടുള്ള പെൻഷൻ മാത്രമാണ് ഇവർക്കൊക്കെ ലഭ്യമാകുന്നത്. വലിയൊരു നഗരമാണ്, വലിയൊരു പ്രദേശമാണ്. ആ പ്രദേശത്തുള്ള എല്ലാ ആളുകളും ഈ പെൻഷനും അതുപോലെ തന്നെ റേഷനും ഒക്കെ ലഭ്യമാകേണ്ടവരാണ്. റേഷൻ ലഭ്യമാക്കി കൊടുത്തിരുന്നു, പാലും പലവ്യഞ്ജനവും ധാന്യമണികളും ഒക്കെ ഇവർക്ക് ലഭ്യമാക്കി കൊടുത്തു. പക്ഷേ ഏതാനും മാസങ്ങൾ മാത്രമാണ് ഇത് അവർക്ക് ലഭ്യമായത്. പിന്നീടുള്ള നാളുകൾ അവർ എന്ത് ചെയ്യും? ഇത് ആയുഷ്കാലം മുഴുവനും അവർ അനുഭവിക്കേണ്ട പ്രശ്നങ്ങളാണ്. അതിന് ഏതാനും മാസത്തേക്ക് കുറച്ച് പാലും ധാന്യങ്ങളും കൊടുത്തത് കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? ശരിക്കും പറഞ്ഞാൽ അവർ ചതിക്കപ്പെട്ടിരിക്കുകയാണ്. ആദ്യം ചതിച്ചത് ആൻഡേഴ്സണും അദ്ദേഹത്തിൻ്റെ കമ്പനിയുമാണ്. പിന്നീട് ചതിച്ചത് ഈ സർക്കാർ തന്നെയാണ്, ഈ രാജ്യം തന്നെയാണ്. രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അവരുടെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളത്. അവരെ ആരെങ്കിലും ചതിക്കുകയാണെങ്കിൽ തന്നെ അതിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ളത്, അവർക്കൊരു സംരക്ഷണ കവചം തീർത്തു കൊടുക്കുക എന്നുള്ളത് ഈ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം ഈ സർക്കാരിനെ ആ സർക്കാരാക്കി മാറ്റിയിരിക്കുന്നത് ഈ ജനങ്ങളാണ്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് ആ സർക്കാർ. പക്ഷേ അവരങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടോ? ഇത്തരത്തിൽ യാതനകൾ അനുഭവിക്കുന്നവർ, അവർ ചതിക്കപ്പെട്ട്, ഈ സർക്കാരാൽ ചതിക്കപ്പെട്ട് ഇപ്പോഴും ഇവിടെ കഴിഞ്ഞു പോവുകയാണ്. ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം ഇവിടെ പൊളിറ്റിക്സിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടികളുടെ ആവശ്യമില്ല, ഇവിടെ ജനാധിപത്യം ആവശ്യമില്ല എന്നൊന്നുമല്ല. ജനാധിപത്യം ആവശ്യമാണ്. അതിൻ്റെ അടിസ്ഥാന ഘടകം തന്നെയാണ് ഈ പാർട്ടികൾ. പക്ഷേ ഏറ്റവും മികച്ച പാർട്ടികളെ തന്നെ നമ്മൾ ഭരണത്തിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ പാർട്ടികൾക്കും പോരായ്മയുണ്ട്. ആ പോരായ്മകൾ മനസ്സിലാക്കി ഏറ്റവും പോസിറ്റീവായിട്ടുള്ള പാർട്ടി ഏതെന്ന് കണ്ട് അവരെ കൃത്യമായിട്ട് ഭരണത്തിലേക്ക് എത്തിക്കണം. പാർട്ടി മാത്രം നോക്കാതെ വ്യക്തികളെ കൂടി നോക്കി നമ്മൾ ഭരണതലങ്ങളിലേക്ക് അവരെ എത്തിക്കണം. മനുഷ്യത്വമുള്ള മനുഷ്യരെ അവിടെ എത്തിക്കണം. അവർക്ക് ചിലപ്പം ഉന്നത വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരിക്കുകയില്ല. ആ ഉന്നത വിദ്യാഭ്യാസം അവർക്ക് ആവശ്യമില്ല. അവരെ അതിന് സഹായിക്കാൻ ഇവിടെ IAS-കാരും IPS-കാരും ഒക്കെ ഉണ്ട്. അവർക്ക് വേണ്ടത് മനുഷ്യൻ്റെ വിഷമം മനസ്സിലാക്കാനുള്ള ഒരു മനസ്സാണ്. ആരെയും ചതിക്കാതെ അഴിമതിയുടെ കര പുരളാത്ത കൈകളുള്ള മനുഷ്യരെയാണ്. അത്തരത്തിലുള്ള മനുഷ്യരെ അവിടേക്ക് അയക്കുക. ഇനി നമുക്ക് തന്നെ അതിന് സാധ്യമാവുകയാണെങ്കിൽ നമ്മൾ തന്നെ പാർട്ടികൾ ഉണ്ടാക്കി അത്തരത്തിൽ മുന്നേറുക. ഇനിയും ഇവിടെ ഇത്തരത്തിലുള്ള ഭോപ്പാൽ ട്രാജഡികൾ നടന്നാൽ അതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതായിട്ടൊന്നും തന്നെ ഇല്ല. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കും. കാരണം ഇത് യൂറോപ്പല്ല, ഇത് UK അല്ല, ഇത് ഓസ്ട്രേലിയ അല്ല, ഇത് അമേരിക്കയല്ല, ഇത് നമ്മുടെ ഇന്ത്യയാണ്.